ഹലോ നമസ്കാരം ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ ഒക്ടോബർ മാസത്തേക്കുള്ള ടാരോ മന്ത്ലി ഗൈഡൻസ് ആണ് നമ്മൾ ഈ ഒരു പിക്കച്ചാം റീഡിങ്ങിലൂടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് 3 ചാമുകളുണ്ട്. നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി ഇതിൽ നിന്ന് നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക. 3 ഗ്രൂപ്പിൻ്റെയും ടൈം സ്റ്റാമ്പ്സ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇതാണ് ഗ്രൂപ്പ് 1-ൻ്റേത്, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെയും മെസ്സേജസ് മുഴുവനായി കേൾക്കുക. നിങ്ങളുടെ ജീവിതവുമായി കണക്ട് ചെയ്യുന്ന റെസനേറ്റ് ചെയ്യുന്ന മെസ്സേജസ് മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കുക. ഈ ഒരു വിഷയത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിലോ നിങ്ങൾക്ക് വ്യക്തിഗത റീഡിംഗ് വേണം എന്നാണെങ്കിൽ എനിക്ക് ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ സന്ദേശം അയക്കുക. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1-ന്റെ റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ നമസ്കാരം ഗ്രൂപ്പ് 1. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് നിങ്ങളുടേതായി തിരഞ്ഞെടുത്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഒക്ടോബർ മാസം എങ്ങനെയാകും. ഓക്കെ, അപ്പോൾ അതിലെ ഓരോ സന്ദർഭങ്ങളിലെ ഓരോ മേഖലകൾ നമ്മളെടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് പൊതുവേ നിങ്ങൾക്ക് ഒക്ടോബർ 2025 എങ്ങനെയാകും എന്നുള്ളതാണ്. അപ്പോൾ ഗ്രൂപ്പ് 1-ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് പൊതുവേ ഒക്ടോബർ 2025 എങ്ങനെയാകും. ഓക്കെ, നമുക്ക് 10 ഓഫ് സോർട്സ് കാണുന്നു. ക്ലാരിഫൈഡ് 10 ഓഫ് സോർട്സ്, നൈറ്റ് ഓഫ് wands, clarify the knight of wands, strength, okay, clarify the strength, world, clarify the world, clarify the sun, okay. അപ്പോൾ അണ്ടർലൈൻ എനർജി 6 ഓഫ് പെൻറ്റക്കിൾസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ഒരു ജസ്റ്റിസ് ഇവിടെ എന്താ പറയുക, ഒരു നീതി നടപ്പാക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒക്ടോബർ മാസം എന്ന് പറയുമ്പോൾ അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് നിങ്ങൾക്ക് അത്രമേൽ വേദന ഉണ്ടാക്കിയിട്ടുള്ള ചില അധ്യായങ്ങൾ അവസാനിച്ചു പോകുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ നിങ്ങൾക്ക് ഒരുപാട് വേദന, മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്, ഓക്കെ, നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു അവസാനം കാണുന്നത്. അതായത് ആ അധ്യായങ്ങൾ അവസാനിച്ചു പോകുകയാണ്, നിങ്ങൾ അതിനെ അനുവദിക്കണം. ഓക്കെ, അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല, അതൊരു അപ്രതീക്ഷിതമായ രീതിയിലുള്ള അവസാനങ്ങളായിരിക്കാം. അത് അവസാനിച്ചു പോട്ടെ. എന്ത് തന്നെയാണെങ്കിലും ആ അവസാനിച്ചു പോകുന്ന അധ്യായങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് നല്ലതല്ലാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നിങ്ങളോട് പറയുന്നത് ഇവിടെ വളരെ ധൈര്യത്തോടെ നിങ്ങളായിരിക്കണം. ഈ ഒരു എൻഡിങ് എന്തൊക്കെയാണ് അവസാനിക്കുന്നത് അതിന് നിങ്ങൾ ധൈര്യസമേതം നിങ്ങൾ അനുവദിക്കണം. ആ ഒരു എനർജി നമുക്ക് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഒരു ലൈഫില് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ പുതിയൊരു ഘട്ടത്തിലേക്കാണ് കടക്കുക. അപ്പൊ ഈ ഒരു ഒക്ടോബർ മാസം എന്ന് പറഞ്ഞാൽ ഒരു അധ്യായം അവസാനിച്ച് മറ്റൊരു ഘട്ടത്തിലേക്ക് ജീവിതത്തിൽ കടക്കുന്ന ഒരു സമയമാണ് ഒക്ടോബർ മാസം. ഓക്കെ, അപ്പൊ ആ ഒരു പുതിയ ഘട്ടം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് സംതൃപ്തി തരുന്നതാണ്. യാത്ര വളരെയധികം പ്രാധാന്യം കാണുന്നുണ്ട്. യാത്രകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഇത് ഒരു ഫിഗറേറ്റീവ്ലി പറയുന്നതായിരിക്കാം. ഓക്കെ, പുതിയ ഒരു ജീവിതയാത്ര തുടങ്ങുന്നതിന്റെ ഒരു സൂചന നമുക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ശരിക്കും വേറെ ഏതെങ്കിലും നാട്ടിലേക്കോ വേറെ ഏതെങ്കിലും രാജ്യത്തിലേക്കോ നിങ്ങൾ താമസം മാറുന്നത്, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നതിന് നിങ്ങൾക്ക് അവസരം ലഭിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുകയോ ചെയ്യുന്ന ഒരു മാസമാണ് ഈ ഒക്ടോബർ മാസം എന്ന് കാണുന്നത്. പൊതുവെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു സമയമാണ്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എൻഡ് ചെയ്ത് പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ അത് റിലീസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന്, അതായത് നിങ്ങൾക്ക് അതിനൊരു അവസരം കിട്ടുകയാണ്, ചില ചാപ്റ്റേഴ്സ് എന്നേക്കുമായിട്ട് റിലീസ് ചെയ്യുന്നതിന്. അതിന് നിങ്ങൾ അനുവദിക്കണം, നിങ്ങൾ അത് ചെയ്യണം. അവസരം കിട്ടുമ്പോൾ നിങ്ങൾ അത് കൃത്യമായി ചെയ്യണം. അത് മാത്രമാണ് യൂണിവേഴ്സ് നിങ്ങളോട് എടുത്തു പറയുന്ന ഒരു കാര്യം. ഓക്കെ, നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങളുടെ ലക്ഷ്യങ്ങളെയൊക്കെ നിങ്ങൾ വളരെ ഡിറ്റർമിനേഷനോട് കൂടി നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നതായിട്ട് കാണുന്നു. ആ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയി എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു ആത്മവിശ്വാസവും ആത്മധൈര്യമൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നു. അത് ഈ പറഞ്ഞ ചില അധ്യായങ്ങൾ അവസാനിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അതിലൂടെ ആയിരിക്കാം. അപ്പൊ ആ ഒരു വൂൺസ്, ആ ഒരു ഹീലിംഗ് നടക്കുകയാണ് അവിടെ കാണുന്നത്. ആ ഹീലിംഗിലൂടെ നിങ്ങൾ പഴയ ആ ഒരു നിങ്ങളുടെ ആത്മവിശ്വാസവും ഒക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയണ്ടേ, ഡിറ്റർമിനേഷനോട് കൂടെ
ആ ഒരു ഉത്സാഹത്തോടെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയാണ്. പൊതുവേ ഒരു പ്രോഗ്രസ് ഉള്ള ഒരു മാസമാണ്. ഒരുപാട് മൂവ്മെന്റ്സ് കാര്യങ്ങൾ ഇങ്ങനെ നടക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ഒരു സ്റ്റക്ക് എനർജി അല്ല നമുക്ക് കിട്ടുന്നത്. പിന്നെ അണ്ടർലൈങ് എനർജി 6 ഓഫ് പെന്റക്കിൾസ് ആണ്. പ്രോസ്പെറിറ്റിക്ക് നല്ലൊരു സാധ്യതയുണ്ട്. അതുപോലെ ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് ഒരു ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യാനൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടാം. അങ്ങനെ കിട്ടുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് സഹായം ചെയ്യാൻ സാധിക്കുമെങ്കിൽ സഹായം ചെയ്യുക. അതും യൂണിവേഴ്സ് എടുത്തു പറയുന്നു. പിന്നെ നിങ്ങൾ എന്താണോ അർഹിക്കുന്നത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. നിങ്ങളെ ഒരാൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, എന്താണ് നിങ്ങളുടെ ഓരോ മേഖലയിലും നിങ്ങൾ എന്താണ് അർഹിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യം ഉണ്ടായിരിക്കണം. ആ ഒരു ബോധ്യത്തിൽ ഉറച്ചു നിൽക്കുകയും വേണം. അതിന് താഴെ, അതിന് ഇൻഫീരിയർ ആയിട്ട് ആര് നിങ്ങൾ ട്രീറ്റ് ചെയ്താലും അതിന് ഇൻഫീരിയർ ആയിട്ട് വരുന്ന അവസരങ്ങളെയും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നും കൂടെ നിങ്ങളോട് എടുത്ത് യൂണിവേഴ്സ് പറയുന്നു. ഇനി നമ്മൾ നോക്കുന്നത് കരിയർ മേഖലയിലുള്ള കരിയർ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിൽ തന്നെ ഇപ്പോൾ ജോലി ഉള്ളവർക്ക് അവർ കരിയറുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ മാസം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഗ്രൂപ്പ് 1 ഓൾറെഡി ജോലിയുള്ള കളക്റ്റീവ്സ് ഉണ്ട്. അവർക്ക് കരിയറുമായി ബന്ധപ്പെട്ട് ഈ ഒക്ടോബർ മാസം എങ്ങനെയായിരിക്കും? നമുക്ക് ഡബിൾ കാർഡാണ് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. ക്ലാരിഫൈ ദ ഡബിൾ കാർഡ്. താങ്ക് യു. 3 of swords. Clarify the 3 of swords. High priestess. Clarify the high priestess. അപ്പോ കരിയറിൽ നിങ്ങൾക്ക് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് കേട്ടോ. അതായത് കുറച്ചൊരു നെഗറ്റീവ് എനർജി നമുക്ക് സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് അത്ര സുഖകരമല്ലാത്ത അനുഭവങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ യൂണിവേഴ്സ് എന്താ പറയുന്നത്? അണ്ടർലൈങ് എനർജി പേജ് ഓഫ് സോഴ്സ്. അതായത് മനസ്സിന് അത്ര സുഖമില്ലാത്ത തരത്തിലുള്ള ചില സത്യങ്ങൾ പുറത്തു വരിക, ചില വസ്തുതകൾ പുറത്തേക്ക് വരിക, നിങ്ങൾക്ക് തിരിച്ചറിയുന്ന ഒരു അവസ്ഥ. അപ്പൊ നിങ്ങൾ അറിയുന്ന സത്യങ്ങളും അല്ലെങ്കിൽ വസ്തുതകളൊക്കെ നിങ്ങൾക്ക് സന്തോഷം തരണതാകണം എന്നില്ല. പക്ഷെ അത് നിങ്ങൾ അറിയേണ്ട യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കുക. ആ രീതിയിൽ അതിനെ ഉൾക്കൊള്ളാൻ പറയുന്നു. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെയാണ് എന്തിനും മേലെ നിങ്ങൾ വിശ്വസിക്കേണ്ടത്, നിങ്ങളുടെ ഗട്ട് ഫീലിങ്ങിനെ. അപ്പൊ കരിയറുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും, നിങ്ങളുടെ ജോലിയിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, എന്ത് കാര്യത്തിനും നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് പറയുന്നത് എന്താണ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറയുന്നു. മറ്റുള്ളവരൊക്കെ പറയുന്നത്, പ്രത്യേകിച്ച് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവർ പറയുന്നത് അനുസരിച്ച് പോകാൻ നിൽക്കാതിരിക്കുക. പിന്നെ നിങ്ങളുടെ ആ ഒരു സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ്, നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ്, ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ട്രിഗേർഡ് ആകുന്ന ഒരു മാസം കൂടിയാണ് ഒക്ടോബർ മാസം. അത് ട്രിഗേർഡ് ആവുന്നത് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ റിലീസ് ചെയ്യേണ്ടതാണ്, നിങ്ങൾ അതിൽ വർക്ക് ചെയ്യേണ്ടതാണ്. അതവിടെ ഹീലിംഗ് ചെയ്യേണ്ടതുണ്ട്, അവിടെ റിലീസ് ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്യാത്തത് കൊണ്ടാണ് അത് ട്രിഗേർഡ് ആവുന്നത്. നിങ്ങൾക്ക് അറിയിച്ചു തരികയാണ് ഈ പറയുന്നതൊക്കെ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് ആണ്, സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് ആണ്, ഇതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്ത് കടക്കേണ്ടതുണ്ട് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് തിരിച്ചറിയുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കടക്കുക. അവിടെ അങ്ങനെ അയ്യോ എനിക്ക് ഇങ്ങനെ ഒരു കഴിവില്ലല്ലോ എന്ന് വെച്ച് ആ ഒരു നെഗറ്റീവ് തോട്ടിലേക്ക് പോകാതെ, ഒരു വിക്ടിം മെന്റാലിറ്റിയിലേക്ക് പോകാതെ അതിനെ റിലീസ് ചെയ്യുന്നതിന് വേണ്ടുന്ന കാര്യങ്ങളിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. കുറച്ച് സ്ട്രെസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ നല്ലവണ്ണം ക്ഷമയോടെ വേണം ജോലിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഓരോരുത്തരുമായി ഇടപഴകാനും. ചിലരുടെ ഇടപഴകലും സംസാരവും സംഭാഷണ രീതികളും നിങ്ങളെ ശരിക്കും ഇറിറ്റേറ്റ് ചെയ്യാനും ഫ്രസ്ട്രേറ്റ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ ദയവ് ചെയ്ത് അതിലേക്ക് വീണു പോകരുത്. നിങ്ങൾ അവിടെ നല്ല ക്ഷമയോടെ വേണം ആ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ. മനസ്സിലായോ? നിങ്ങളോട് പറയുന്നത് ജോലിയിൽ ഉയരുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക. നിങ്ങൾക്ക് അതിനായിട്ട് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവും. അപ്പൊ പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ ചിന്തകൾ, അനാവശ്യമായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരു പരിധി വരെ നിങ്ങൾക്ക് തടയാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് ഉയരുന്നതിന് വേണ്ടി പുതിയ സ്കില്ലുകൾ, അല്ലെങ്കിൽ ഉള്ള സ്കില്ലുകൾ കുറച്ചും കൂടെ നന്നാക്കി എടുക്കുന്നതിന് വേണ്ടി, പുതിയ സ്കില്ലുകൾ പഠിക്കുന്നതിന് വേണ്ടിയുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഈ ഒക്ടോബർ മാസത്തിൽ ജോലിയിൽ കിട്ടുന്നതായിട്ട് കാണുന്നു. ആ അവസരങ്ങളെ കുറിച്ച് നിങ്ങൾ അറിയുന്നതായിട്ട് കാണുന്നു. ആ അവസരങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നു.
ഓക്കെ. അല്ലാതെ നിങ്ങളുടെ ഈ മനസ്സ് കുറച്ചൊന്ന് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ഈ പറഞ്ഞ പോലെ റിലീസ് ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് കൃത്യമായി കാണിച്ചു തരികയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരുടെ ചിലരുടെ പെരുമാറ്റവും സംഭാഷണ രീതിയൊക്കെ നിങ്ങൾ ഒരുപാട് എന്താ ഇറിറ്റേറ്റ് ചെയ്യാനൊക്കെ ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇറിറ്റേറ്റഡ് ആയിട്ട് നിങ്ങൾ അവിടെ ഒരു വഴക്കുണ്ടാക്കാനോ ഒക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമായിട്ടാണ് ഭവിക്കുക. അപ്പൊ നിങ്ങൾ നല്ലവണ്ണം അവിടെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഫോക്കസ് മൊത്തം കരിയറിൽ മുന്നോട്ട് പോകുന്നതിലായിരിക്കണം. ഓക്കെ. ആരെന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്യുക. അതാണ് നിങ്ങളോട് യൂണിവേഴ്സ് എടുത്ത് പറയുന്നത്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിൽ മാത്രമായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഹീലിംഗ് അതും ചെയ്യാം. ഇനി ഗ്രൂപ്പ് 1 ജോലി ഇല്ലാതിരിക്കുന്ന കളക്ടേഴ്സ് അവർക്ക് കരിയറുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ 2025 എങ്ങനെയാകും? Four of Swords. Clarify the Four of Swords. Nine of Pentacles. Clarify the Nine of Pentacles. Clarify the Fool card. Okay. നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു മാസമാണ് എന്ന് കാണുന്നു ഒക്ടോബർ മാസം. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് സമാധാനം, പൊതുവെ സമാധാനം നിറഞ്ഞ മാസം ആയിരിക്കും ഒക്ടോബർ മാസം എന്ന് കൂടെ കാണുന്നുണ്ട്. നിങ്ങളോട് എന്താ എടുത്ത് പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഓക്കെ, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി അതിലേക്ക് എത്തുന്നതിന് വേണ്ടുന്ന അല്ലെങ്കിൽ ആ ജോലിക്ക് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നൽകാൻ സാധിക്കുന്ന ജോലി സാധ്യതകൾ, ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കണ്ടുമുട്ടുന്ന അല്ലെങ്കിൽ നിങ്ങൾ കണ്ടെത്തുന്ന മാസമാണ് ഒക്ടോബർ മാസം. ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ അവിടെ കൺഫ്യൂസ്ഡ് ആകാൻ സാധ്യതയുണ്ട്. നിങ്ങളോട് പറയുന്നത് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. അത് ചിലപ്പോൾ മിക്കതും നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്തായിട്ടുള്ളതായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ വരുന്നത്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി അവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കും. ഓക്കെ. അപ്പോൾ ആ ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആവാൻ, ഇത് വേണോ വേണ്ട എന്ന് തോന്നുക, നല്ലതല്ലെങ്കിലോ, അങ്ങനത്തെ കുറെ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യൂണിവേഴ്സിൽ സമ്പൂർണ്ണം സമർപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലെത്താനാണ് നിങ്ങളോട് പറയുന്നത്. വളരെ സ്വസ്ഥമായിരുന്നു കൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റീസ് ഒന്നൊന്നായി വിശകലനം ചെയ്തിട്ട് അതിന് ഏറ്റവും യോജിച്ചതുമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങളോട് പറയുന്നു. യൂണിവേഴ്സിൽ വിശ്വസിക്കാൻ പറയുന്നു. ഓക്കെ. ഒരു ഫ്രഷ് ചാപ്റ്റർ, നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട ഒരു പുതിയ അധ്യായം തുടങ്ങാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതിനു വേണ്ടുന്ന അവസരങ്ങളൊക്കെ യൂണിവേഴ്സ് കൊണ്ടുതരുന്നതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല. കാരണം 4 of Cups ആണ് ഇവിടെ ഉള്ളത്. പക്ഷെ ആ വരുന്ന അവസരങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അവസരം ഉണ്ടായിരിക്കും. അവിടെ ഒരൊറ്റ പ്രശ്നം നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതാണ്. അത് നിങ്ങൾ ചെയ്യണം. ആ കംഫർട്ട് സോണിൽ നിങ്ങൾ പുറത്തു വരണം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഘടകങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള അവസരങ്ങളും ഉണ്ട് എന്ന് കാണുന്നു. അതിൽ ഫോക്കസ് ചെയ്യുക. ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരേണ്ടത് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിച്ച് 2 കൽപ്പിച്ച അവസരവുമായിട്ട് മുന്നോട്ട് പോവുക. വളരെ സ്വസ്ഥത ഉണ്ടാവാൻ, അതായത് കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ടെൻഷനൊക്കെ അവസാനിക്കാനായിട്ട് ഒരു അവസരമാണ് കാണുന്നത്. ഓക്കെ. ഒരു സ്വസ്ഥമായ ഒരു അന്തരീക്ഷം, അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത ഈ ഒക്ടോബർ മാസത്തിൽ ഉണ്ട്. ഓക്കെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിത രീതി ഉണ്ട് അല്ലെ, ജോലി കിട്ടി ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട്. അതിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഒക്ടോബറിൽ സാധിക്കുമെന്ന് കാണുന്നു. അതിനുവേണ്ടി നിങ്ങൾ യൂണിവേഴ്സിനെ എന്ത് ചെയ്യണം? വിശ്വസിക്കുക. യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. വരുന്ന അവസരങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അവസരങ്ങളുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ എലമെന്റ്സോട് കൂടിയിട്ടുള്ള അവസരങ്ങൾ, അതിൽ ഫോക്കസ് ചെയ്യുക. അതുമായിട്ട് മുന്നോട്ട് പോകുക. അപ്പൊ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ടെൻഷൻ അടിച്ചിട്ടോ ധൃതി വെച്ചിട്ടോ തീരുമാനം എടുക്കരുത്. സ്വസ്ഥമായ മനസ്സോടെ ഇരുന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഓക്കെ. ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ ഐ കാംലി മേക്ക് ദ ബെസ്റ്റ് പോസിബിൾ ഡിസിഷൻ, അതാണ് വേണ്ടത്. നിങ്ങൾ ഏറ്റവും സ്വസ്ഥമായിരുന്നു സമാധാനമായിരുന്നിട്ട് വേണം നിങ്ങൾ ഈ ഓപ്ഷൻസ്, നിങ്ങൾക്കുള്ള അവസരങ്ങളെ അനലൈസ് ചെയ്യാൻ. അപ്പോഴാണ് ഏറ്റവും നല്ല അവസരവുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള കരിയർ, അതായത് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള വ്യക്തികൾക്കുള്ള കരിയറുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളാണ് ഇപ്പോൾ നൽകിയത്. ഇനി നമ്മൾ റിലേഷൻഷിപ്പിലേക്ക് കടക്കുകയാണ്. ഓക്കെ. അപ്പോൾ റിലേഷൻഷിപ്പിൽ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് സൗഹൃദങ്ങളും കുടുംബ ബന്ധങ്ങളുമാണ്. അപ്പോൾ സൗഹൃദങ്ങളും കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഒക്ടോബർ മാസം ഗ്രൂപ്പ് 1 എങ്ങനെയായിരിക്കും?
ഓക്കെ, നമുക്ക് സ്ട്രെങ്ത് കാർഡ് കിട്ടിയിട്ടുണ്ട്. ക്ലാരിഫൈ ദ സ്ട്രെങ്ത് കാർഡ്. ഓക്കെ, അണ്ടർലൈങ് എനർജി 4 ഓഫ് സോർഡ്സ് ആണ്. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ട്, കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ, ചില വസ്തുതകള് നിങ്ങൾ അന്വേഷിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ അത് കണ്ടെത്താൻ ശ്രമിക്കുന്നത്, നിങ്ങൾക്ക് അറിയാം ചില കാര്യങ്ങൾ, ചില സത്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഓക്കെ, ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ. അപ്പം നിങ്ങൾക്കൊരു വ്യക്തത ഇല്ല അവിടെ ആ ഒരു ബന്ധങ്ങളിൽ, സൗഹൃദങ്ങളിൽ. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ, നിങ്ങൾ അറിയേണ്ടതെല്ലാം അറിഞ്ഞിട്ടില്ല എന്നൊരു തോന്നൽ ശക്തമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങളോട് എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സത്യങ്ങൾ, നിങ്ങൾക്ക് വേണ്ടുന്ന ആ ക്ലാരിറ്റി ഈ ഒക്ടോബർ മാസത്തിലാണ് വരിക. കാരണം ആ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഒരുപാട് സ്ട്രെസ്ഡ് ആണെന്ന് കാണുന്നു. നിങ്ങൾക്ക് എന്താണ്, എന്തോ നിങ്ങളിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിയാം, പക്ഷെ അത് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. അത് നിങ്ങൾ ഒരുപാട് എന്താ പറയാ ആൻഷ്യസ് ആക്കുന്നു, നിങ്ങൾക്ക് ഒരുപാട് ഒരു ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ആ മറഞ്ഞിരിക്കുന്ന സത്യം പുറത്തു വരുന്ന ഒരു നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു മൊമെന്റ് ആണത്. അതാണ് ഒക്ടോബർ മാസം. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഏതൊക്കെ ഉപേക്ഷിക്കണം, ഏതൊക്കെ ബന്ധങ്ങളുമായി മുന്നോട്ട് പോകണം, ഏതൊക്കെ ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കണം, ഏതിനൊക്കെ വേണ്ടെന്ന് വെക്കണം എന്നുള്ള ശക്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു അവസരമാണ് അതിലൂടെ ഉണ്ടാവുന്നത്. അപ്പൊ അവിടെ നിങ്ങളോട് പറയുന്നത് ആത്മവിശ്വാസത്തോടെ, ധൈര്യത്തോടെ നിങ്ങൾ ആ തീരുമാനങ്ങൾ എടുക്കുക. ഓക്കെ, മറ്റൊരാളിലും വേണ്ട നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ. ഈശ്വരൻ നിങ്ങളുടെ കൂടെ ഉണ്ടായാൽ മതി. നിങ്ങളത് എപ്പോഴും മനസ്സിലാക്കുക. നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളെ കൊണ്ടെല്ലാം പറ്റില്ല എന്നൊക്കെ ഒരു തോന്നൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ അറിഞ്ഞിട്ടും നിങ്ങൾ നല്ലതല്ലാത്ത, ഹെൽത്തി അല്ലാത്ത ബന്ധങ്ങളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് എങ്കിൽ, സൗഹൃദത്തിന്റെ കാര്യത്തിലും കുടുംബ ബന്ധത്തിന്റെ കാര്യത്തിലാണ് പറയണത്, അത് വേണ്ടെന്ന് പറയുന്നു. നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു വ്യക്തമായ ആ ഒരു ക്ലാരിറ്റി ഈ നിങ്ങളുടെ മുന്നിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവരാണ്. അപ്പൊ അതോടുകൂടെ ആ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരാം. അപ്പൊ ചിലപ്പോ നിങ്ങളോട് കണക്ഷൻ ഉള്ള ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, കുടുംബ ബന്ധത്തിലായിക്കോട്ടെ, നിങ്ങളോടുള്ള ആളുകളുടെ ശരിയായ ഇന്റൻഷൻ ആവും ഈ പുറത്തേക്ക് വരുന്നത്. അപ്പോ അത് വേദന ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി. പക്ഷെ അവിടെ നിങ്ങൾക്ക് ഈശ്വരൻ തരുന്ന ഒരു അവസരം എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് നല്ലതല്ലാത്ത ബന്ധങ്ങൾ ഏതൊക്കെ, നല്ലതായിട്ടുള്ള ബന്ധങ്ങൾ ഏതൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുകയാണ്. അപ്പൊ നല്ലതല്ലാത്തതിനെ ഉപേക്ഷിക്കാം. ആ അനാവശ്യമായ ഭാരങ്ങൾ പിന്നെ ചുമക്കേണ്ടതില്ല, അത് ഉപേക്ഷിക്കാം. അങ്ങനെ ഒരു അവസരമായിട്ട് കാണാം. അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാൽ അത്രയും കുറവ് ആളുകളിൽ ഫോക്കസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കുറച്ചും കൂടെ സമാധാനമാണ് ഉണ്ടാവുക. നമുക്ക് ആ കാർഡും അതാണ് കണ്ടത്, അണ്ടർലൈങ് എനർജി 4 ഓഫ് സോർഡ്സ് കണ്ടത്. സമാധാനമാണ് ഉണ്ടാവുക അതിലൂടെ. പക്ഷെ ആ തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. ശക്തമായിട്ട് ആ തീരുമാനം എടുക്കാൻ, അതുമായി മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് പറ്റണം. അവിടെയാണ് നിങ്ങളുടെ വിജയം. ഇനി പ്രണയ ജീവിതത്തില് അത് പ്രണയ ജീവിതം വിവാഹം കഴിച്ചിട്ടുള്ളവർക്കും ഇത് ബാധകമാണ്. പ്രണയ ജീവിതത്തില് ഈ ഒക്ടോബർ മാസം എങ്ങനെയായിരിക്കും? പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ ഒക്ടോബർ മാസം ഗ്രൂപ്പ് 1 എങ്ങനെയായിരിക്കും? Clarify the 8 of Pentacles. Clarify the Lovers. Clarify the Page of Swords. Clarify the 4 of Swords. അപ്പോ ഒരു എന്താ പറയുക, ഹീലിംഗ് എനർജിയാണ് എനിക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു വിഷ് ഫുൾഫിൽമെന്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ അത് റെസനേറ്റ് ചെയ്യുന്ന പോലെ സ്വീകരിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിൽ ചിലവർക്ക് എന്താ ഉണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ മേഖലകളിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എന്തൊക്കെ ഇംപ്രൂവ്മെന്റ്സ് വരുത്തണം, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ എഫേർട്സ് ആണ് എടുക്കേണ്ടത്, എന്തൊക്കെ തിരുത്തലുകളാണ് വേണ്ടത്
എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം, അങ്ങനെ എന്തൊക്കെ ചെയ്താലാണ് ആ റിലേഷൻഷിപ്പ് വളരെ ആരോഗ്യപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. ഓക്കെ, ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മറികടന്ന് ഒരു ഫ്രഷ് സ്റ്റാർട്ട് ഉണ്ടാകുക, മനസ്സമാധാനം നിറഞ്ഞൊരു ജീവിതം ഉണ്ടാകുക എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്ന മാസമാണ് ഒക്ടോബർ മാസം. നിങ്ങൾ തിരിച്ചറിയാണ്, ഓക്കെ, ഞാൻ ഇന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം, എൻ്റെ ഈ രീതികളിൽ ഒരു മാറ്റം വരുത്തണം, അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയാണ്. മനസ്സിലായോ? അപ്പൊ അവിടെ ആ ഒരു എന്താ പറയാ, ഇപ്പൊ ഇനി റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നിങ്ങൾ ഒരു സെപ്പറേഷൻ എനർജിയിലാണ് ഇപ്പോ എങ്കിൽ ആ സെപ്പറേഷൻ മാറി റീയൂണിയൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്, നിങ്ങൾ കൃത്യമായി അതിന് വേണ്ടുന്ന ആക്ഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഇന്ന ഇംപ്രൂവ്മെന്റ്സ് വരുത്തണം എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ അത് ചെയ്യാൻ, അതിൽ ഡെഡിക്കേറ്റ് ചെയ്ത് അതിന് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, അത് എളുപ്പമുള്ള കാര്യമല്ല, പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് അതിന് വേണ്ടി വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അപ്പോഴാണ് നിങ്ങൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു എന്താ പറയാ പ്രണയ ജീവിതം, ഓക്കെ, അത് വിവാഹ ജീവിതം ആയിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയിരിക്കും ഉണ്ടാകുക. ഇനി സിംഗിൾ ആയിട്ടുള്ളവർക്ക് എങ്ങനെയാ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ആ ഒരു ഡെസ്റ്റിൻഡ് പാർട്ട്ണറിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന്, ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് നിങ്ങൾ എങ്ങനെ തയ്യാറെടുക്കണം, നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളിൽ വരുത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാണ്. എന്തൊക്കെയാണ് നിങ്ങൾ റിലീസ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച്. ഓക്കെ, എന്തൊക്കെ നിങ്ങളുടെ എനർജിയിൽ കുറച്ചൊരു ക്ലിയറിങ്, ക്ലെൻസിങ് നടത്തേണ്ടതുണ്ട്. അതെന്താണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്ന മാസമാണ് ഒക്ടോബർ മാസം. അത് തിരിച്ചറിയുമ്പോൾ കൃത്യമായി നിങ്ങൾ അതിന് ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഡിവൈൻ അലൈൻമെന്റ്, ആ ഡിവൈൻ യൂണിയന് നിങ്ങൾ റെഡി ആകാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ കുറേയും കൂടെ പീസ്ഫുൾ ആയിട്ട് ആ ഒരു ഡിവൈൻ യൂണിയൻ അല്ലെങ്കിൽ ആ ഡിവൈൻ കൗണ്ടർ പാർട്ട്, നിങ്ങളുടെ ഡെസ്റ്റിൻ പാർട്ട്ണറിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതിന് നിങ്ങൾ തയ്യാറാവുക ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് ഇതാണ് നമ്മുടെ പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എനർജി. ഇനി നിങ്ങൾക്ക് പൊതുവെ ഗ്രൂപ്പ് 1-ന് പൊതുവെ ഈ ഒക്ടോബർ മാസത്തിലേക്കായിട്ട് യൂണിവേഴ്സ് നൽകാൻ ആഗ്രഹിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളോട് ആദ്യമേ പറയുന്നു, അവസാനിപ്പിച്ച് കളയേണ്ട കാര്യങ്ങൾ അവസാനിപ്പിച്ച് കളയുക. ഓക്കെ, അവസാനിപ്പിച്ച് കളയേണ്ടത് അല്ലെങ്കിൽ അവസാനിച്ച് പോകുന്നത് കണ്ടോ, അതിൽ നിന്ന് മൊത്തമായി നിങ്ങൾ മുന്നോട്ട് പോകുക. അതിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്ന ബന്ധങ്ങളെ, സിറ്റുവേഷൻസിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത്. നിങ്ങൾ നിങ്ങളിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, സെൽഫ് കെയർ വളരെയധികം ഫോക്കസ് ചെയ്യേണ്ട ഒരു മാസമാണ് ഒക്ടോബർ മാസം. നിങ്ങളുടെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കുക. അപ്പൊ ആ കാര്യങ്ങൾ അവസാനിക്കുമ്പോൾ, എന്തൊക്കെയാണ് അവസാനിക്കുന്നത്, അത് നിങ്ങളുടെ നല്ലതിനാണ് എന്ന് നിങ്ങൾക്ക് ആ തിരിച്ചറിവ് ഉണ്ടാവും. അപ്പം ഓക്കെ, നിങ്ങളുടെ അതായത് നിങ്ങൾ ഓരോ കാര്യങ്ങൾ അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ നല്ലതിനാണോ അല്ലയോ എന്നുള്ളത്, അല്ലേ? അപ്പൊ പിന്നെ നിങ്ങൾക്ക് അവിടെ മൂവ് ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ അവസാനിച്ചു പോകുന്നതിനെ പിടിച്ചു നിർത്താനോ അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യാൻ നിങ്ങൾക്കൊരു മടിയോ ഉണ്ടാകില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്താ, നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നതിന് പകരം നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് അതിന് പകരമായിട്ട് യൂണിവേഴ്സ് തരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു എനർജി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോഴേക്കും ഒരുപാട് സ്ട്രെസ്ഡ് ആകേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് നല്ലത് കൊണ്ടുവരാനാണ് ആ ഒരു കാര്യം നഷ്ടമാകുന്നത് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അത് വിട്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കുക. പിന്നെ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളുടെ ഒന്നും ഭാഗമാകാതിരിക്കുക. നിങ്ങൾക്ക് ഇപ്പോ ഒരു ചില കാര്യങ്ങളിൽ വ്യക്തത ഇല്ലെങ്കിൽ യൂണിവേഴ്സ് അത് കൃത്യസമയത്ത് നിങ്ങളിലേക്ക് കൊണ്ടുവരുമെന്ന് മനസ്സിലാക്കുക. യൂണിവേഴ്സിനെ വളരെയധികം വിശ്വസിച്ചുകൊണ്ട് യൂണിവേഴ്സിൽ കംപ്ലീറ്റ്ലി സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാണ് വേണ്ടത്. ഓക്കെ, എപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വെക്കുക. പ്രത്യേകിച്ച് ഭാവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊരു ക്ലൂ ഇല്ലെങ്കിൽ പോലും ഭാവിയിൽ എനിക്ക് നല്ലതാണ് നടക്കുക, ഏതൊരു മേഖലയിലാണെങ്കിലും എനിക്ക് നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുക എന്നൊരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. ഓക്കെ, നിങ്ങളുടെ സബ് കോൺഷ്യസ് ബിലീവ് അതായി മാറണം. അവിടെയാണ് നിങ്ങളുടെ എനർജിയിൽ മാറ്റം, അങ്ങനെയാണ് നിങ്ങളുടെ എനർജിയുടെ ഫ്രീക്വൻസിയിൽ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. യെസ്, പിന്നെ നിങ്ങൾക്ക് പുതിയ കാഴ്ചപ്പാടുകൾ, പുതിയ അറിവുകളൊക്കെ ഈ ഒരു ഒക്ടോബർ മാസത്തിൽ നിങ്ങളുടെ പല മേഖലകളിലുള്ള പല അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് വളരെ അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്
ആ പാഠങ്ങളൊക്കെ ഉൾക്കൊള്ളണം. ഓക്കെ, അതൊന്നും മറന്നു പോകരുത്. നിങ്ങൾക്ക് ജേർണൽ ചെയ്യണമെങ്കിൽ അത് ജേർണൽ ചെയ്യാം, ഒരു ബുക്കിൽ അത് എഴുതി വെക്കാം. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുള്ള പാഠങ്ങൾ. പക്ഷെ അത് നിങ്ങൾ വളരെയധികം നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ അത് കൃത്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഫോളോ ചെയ്യേണ്ടതാണ് എന്ന് മനസ്സിലാക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല കാലം വരുന്നതിന്റെ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതിന്റെ ഒരു സൂചനയാണ് ഈ ഒരു ഒക്ടോബർ മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ട്രാൻസ്ഫോർമേഷൻ. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എപ്പോഴും ഓർത്തു വെക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. പിന്നെ കാര്യങ്ങൾ കൃത്യമായി ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തുറന്ന് ചോദിക്കുക. ഓക്കെ, ക്ലാരിറ്റി വന്നിട്ടില്ലെങ്കിൽ ക്ലാരിറ്റി വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. അത് ഏതൊരു മേഖലയിലാണെങ്കിലും. ഓക്കെ, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളും നിങ്ങൾ തുറന്ന് പറയുക. ഞാൻ ഇങ്ങനെ പറയൂ, അതിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇന്നതാണെന്ന് മറ്റാൾ മനസ്സിലാക്കട്ടെ, അങ്ങനെ വേണ്ട. മനസ്സിലായോ? അത് നമ്മൾ ഉള്ളത് പോലെ പറയാം. ആ തുറന്ന് പറയുമ്പോൾ അത്രയും ക്ലാരിറ്റിയോടെ വന്നില്ലേ? അത് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നിങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന് യൂണിവേഴ്സ് ഈ റീഡിങ്ങിലൂടെ നൽകുന്ന ക്യാപ്സ്യൂൾ ക്ലൂസ്? ഓക്കെ, അപ്പൊ ഞാൻ ഈ ക്ലൂസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഞായറാഴ്ചകൾ ഒക്ടോബർ മാസത്തിൽ നിങ്ങൾക്ക് വളരെ നല്ലതായിട്ട് കാണുന്നു. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഞായറാഴ്ചകളായിട്ട് കാണുന്നത്. ഒരു ആഴ്ചയുടെ തുടക്കമാണ് അല്ലേ? അതുപോലെ തന്നെ സൺ എനർജി ഉള്ള ഒരു ആഴ്ചയാണ് ഞായറാഴ്ച. അപ്പോൾ അത് വളരെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഒക്ടോബർ മാസത്തിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീയതികൾ എന്ന് പറഞ്ഞാൽ 1, 4, 5, 7, 9, 13, 30. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ലിയോ പ്ലേസ്മെന്റ് നിങ്ങളുടെ സൺ മൂൺ റൈസിംഗിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്ക് ലഭിച്ചിട്ടുള്ള ആൽഫബറ്റ്സ് എന്ന് പറയുന്നത് ഇ ആൻഡ് വി ആണ്. ഇതിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, അല്ലെങ്കിൽ മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ ഉണ്ടാകാം, അല്ലെങ്കിൽ ഈ ലെറ്റേഴ്സ് നിങ്ങളുടെ പേരിൽ ഉണ്ടാകാം. സമ്മർ സീസൺ, സ്പ്രിംഗ് സീസൺ പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നു. ഇതിൽ ഏതെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു കാലാവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ ഈ സമ്മർ സീസണിൽ സ്പ്രിംഗ് സീസണുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് മാസങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ജനിച്ചതായിരിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് അത് കൂടാതെ കിട്ടിയിട്ടുള്ള മാസങ്ങളാണ് ജനുവരി, ഏപ്രിൽ, ഡിസംബർ. ഇതിലേതെങ്കിലും നിങ്ങൾ ജനിച്ച മാസമാകാനും സാധ്യതയാണ്. അപ്പൊ സമ്മർ സീസണിലായിരിക്കാം നിങ്ങൾ ജനിച്ചിട്ടുണ്ടാവുക, സ്പ്രിംഗ് സീസണിലായിരിക്കാം, അല്ലെങ്കിൽ ജനുവരി, ഏപ്രിൽ, ഡിസംബർ ഇതിലേതെങ്കിലും ഒരു മാസങ്ങളിലായിരിക്കും നിങ്ങൾ ജനിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ ഈ ഒരു ഒക്ടോബർ മാസത്തെ പറ്റി നിങ്ങൾക്ക് ഇപ്പോൾ അറിയേണ്ടതായിട്ടുള്ള ക്ലാരിറ്റിയും ഗൈഡൻസ് ഒക്കെ ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകന്ത ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കണം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് സുന്ദരമായ ഒരു ഒക്ടോബർ 2025 ആശംസിക്കുന്നു. താങ്ക് യു. ഹലോ, നമസ്കാരം. ഗ്രൂപ്പ് 2, നിങ്ങൾ അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് നിങ്ങളുടേതായി ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് നിങ്ങളുടെ ഒക്ടോബർ മാസം പൊതുവെ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഒക്ടോബർ മാസം ഗ്രൂപ്പ് 2-ന് പൊതുവെ എങ്ങനെയാകും? നമുക്ക് 7 of swords ആണ് കിട്ടിയിരിക്കുന്നത്. ക്ലാരിഫൈ ദ 7 of swords. Clarify the 8 of wands. Clarify the high priestess. Clarify the knight of wands. Clarify the two of swords. Underlying energy wheel of fortune ആണ്. ഓക്കെ, അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സർപ്രൈസസ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്ന ഒരു മാസമാണ് ഒക്ടോബർ മാസം കാണുന്നു. അതായത് അപ്രതീക്ഷിതമായിട്ട് കാര്യങ്ങൾ സംഭവിക്കാം. നിങ്ങൾക്ക് ഭാഗ്യം ഒരുപാട് തുണയ്ക്കുന്ന ഒരു മാസമാണ് ഒക്ടോബർ മാസം. ഓക്കെ, അതാണ് നമുക്ക് ആ 7 of swordsഉം 8 of wandsഉം കൂടെ കിട്ടുന്നത്. അതായത് തലനാരിഴയ്ക്ക് നമ്മൾ ഓരോ കാര്യങ്ങളിൽ നിന്ന്, ഇങ്ങനെ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളിങ്ങനെ രക്ഷപ്പെട്ടു പോരുന്ന ഒരു സിറ്റുവേഷൻ.
അതാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതുപോലെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇൻറ്റ്യൂഷൻ പറയുന്നതനുസരിച്ച് നീങ്ങുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഭാഗ്യം വളരെയധികം തുണയ്ക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണ്. നിങ്ങളത് ഒരുപാട് സർപ്രൈസ്ഡ് ആവും. ഓക്കെ, കാരണം അത് ഈശ്വരൻ പറഞ്ഞ എത്ര സത്യമായിരുന്നു. ഞാൻ അതുപോലെ ചെയ്തില്ലായിരുന്നെങ്കിൽ വലിയൊരു പ്രശ്നം ഉണ്ടായേനെ, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിൽ ഞാൻ പെട്ടുപോയേനെ, അങ്ങനത്തെ ചിന്തകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ എന്താ പറയാ ഇടയാക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് ഒക്ടോബർ മാസത്തിൽ. ഭാഗ്യം ഒരുപാട് തുണയ്ക്കുന്ന മാസമാണ്. അതാണ് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വളരെ പെട്ടെന്ന് ആ ടെൻഷനൊക്കെ മാറുക, സ്വസ്ഥത ഉണ്ടാവുക. പക്ഷെ അതെങ്ങനെ മാറി, ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ മാറുക, അതായത് നിങ്ങൾ സർപ്രൈസ്ഡ് ആകും. ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്നാണ്. ചിലപ്പോൾ ഈ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്നായിരിക്കും. അതേപോലെ വളരെ പെട്ടെന്ന് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകുകയും ചെയ്യുന്ന ഒരു മാസം. ഓക്കെ, സ്വസ്ഥതയും സമാധാനം നിങ്ങൾ ഒരുപാട് അനുഭവിക്കുന്ന ഒരു മാസം. അതാണ് നമുക്ക് കിട്ടുന്ന ഒരു എനർജി. പിന്നെ 6 ഓഫ് സോർട്സ് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ കൂടുതൽ സ്വസ്ഥത നിറഞ്ഞൊരു കാലത്തിലേക്കാണ് നിങ്ങൾ ഈ ഒക്ടോബർ മാസത്തിലൂടെ കടക്കുന്നത്. ഓക്കെ, ഈ ഒക്ടോബർ മാസത്തില് അപ്പൊ നിങ്ങള് ഒരു ഹെലികോപ്റ്റർ പോണതിന്റെ ശബ്ദം 2 പ്രാവശ്യം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. നിങ്ങൾക്കത് കിട്ടിയോന്ന് അറിയില്ല, പക്ഷെ അത് ഭയങ്കര ശബ്ദമാണ്. പെട്ടെന്ന് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവും, പ്രത്യേകിച്ച് റീഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ. അപ്പൊ നിങ്ങളുടെ പൊതുവെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതിനും വേഗത്തിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഈ പറഞ്ഞ പോലെ ഒരുപാട് ഭാഗ്യം തുണയ്ക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് ഇതിനു മുൻപ് ചില എന്താ പറയാ ഒരു മെസ്സേജ് പോലെയൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ച്. ആ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് കിട്ടിയ മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ വിഷൻ അതേപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നടക്കുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ സർപ്രൈസ് ആവും, അല്ലെ, ഇത് ഞാനിത് വെറുതെ ചിന്തിച്ചു കൂട്ടിയതാണെന്നാണ് വിചാരിച്ചത് എന്നുള്ള ആ ഒരു സർപ്രൈസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകുന്ന രീതി. ഓക്കെ, നിങ്ങളെ ഒരു തരത്തിലും ബാധിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ, നിങ്ങളെ ഒരു തരത്തിലും ദോഷം വരുത്താതെ ആ പ്രശ്നങ്ങള് ഭീകരമാകുകയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും അത് ഒട്ടും ഭീകരമാകാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും. ഓക്കെ, അങ്ങനെ പിന്നെ ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ടെൻഷനും കാര്യങ്ങളും നിങ്ങൾ ഓൾറെഡി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴെങ്കിൽ ആ ടെൻഷൻ, ആ കൺഫ്യൂഷൻ, ആ സ്റ്റക്ക് എനർജി ആ വന്ന പോലെ തന്നെ പോവാണ്. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് ക്ലാരിറ്റി കിട്ടുന്നു, ആ സ്റ്റാഗ്നൻസി ഇല്ലാണ്ടാകുന്നു, ആ ഒരു കൺഫ്യൂഷൻ മാറുന്നു. അങ്ങനെ കുറെ ഒരു സർപ്രൈസ് എലമെന്റ് കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു മാസമാണ് ഒക്ടോബർ മാസം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി കരിയറുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 2 ഓൾറെഡി ജോലി ഉള്ളവർക്ക് അവരുടെ ഒക്ടോബർ മാസം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടുള്ള കളക്റ്റീവ്സില് ജോലിയുള്ള വിഭാഗത്തിന് അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ 2025 എങ്ങനെയാകും? ഓക്കെ, ജോലിയിൽ കാര്യമായൊരു നേട്ടം കാണുന്നു, പേര് പ്രശസ്തി ഒക്കെ കിട്ടാനൊരു സാധ്യത കാണുന്നുണ്ട്. കാരണം 6 ഓഫ് wands ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാര്യമായൊരു നേട്ടം, ഓക്കെ, ചിലപ്പോൾ അവാർഡൊക്കെ കിട്ടാനും ഒക്കെ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ പോലെ പേരും പ്രശസ്തിയും ഒക്കെ കിട്ടാൻ, ജോലിയിലെ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ കൊണ്ട് നിങ്ങൾക്ക് പേരും പ്രശസ്തി ഉണ്ടാകുന്ന സിറ്റുവേഷൻ അതാണ് കാണുന്നത്. ക്ലാരിഫൈ ദ 6 ഓഫ് wands. താങ്ക് യു. കണ്ടോ, അതിലൂടെ ജോബ് പ്രൊമോഷൻ ആയിരിക്കാം. കാരണം അസോസിയേറ്റ് ചെയ്ത് പോകുന്ന കാർഡ് നോക്കൂ, കിങ് ഓഫ് wands ആണ്. ജോബ് പ്രൊമോഷൻ ആയിരിക്കാം. അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് ചിലപ്പോൾ 2 ലെവൽ മുകളിലേക്കാവും നിങ്ങൾ പോവുക. ഇതൊരു ചാലഞ്ച് നിങ്ങൾ മറികടക്കുന്നത് തന്നെയാണ്. അതായത് ഒരു വലിയ ചാലഞ്ച് നിങ്ങൾ കടക്കുകയാണ് നിങ്ങളുടെ ഇതില്. അപ്പൊ ആ ഒരു ഈ ഒരു പേരും പ്രശസ്തിയും ഒക്കെ കിട്ടുന്നതും ഈ പ്രൊമോഷനൊക്കെ കിട്ടുന്നതും അത് നിങ്ങൾക്ക് അർഹതയുള്ളതാണ്. കാരണം നിങ്ങൾ അത്രയും ചാലഞ്ചസ് കടന്നു വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണുന്നു. കണ്ടു, നിങ്ങൾ ഒരുപാട് ഹാപ്പി ആകും എന്ന് കാണുന്നുണ്ട്. കരിയറിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു അനുഭവങ്ങൾ, ഒക്ടോബർ മാസത്തിൽ പൊതുവെ ഉണ്ടാകുന്ന അനുഭവങ്ങളിൽ നിങ്ങൾ അത്രമേൽ ഹാപ്പി ആകും എന്ന് കാണുന്നു. കാരണം നോക്കൂ, അത്രയും നിങ്ങൾ ചാലഞ്ചസിലൂടെ കടന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ചാലഞ്ചസിലൂടെ കടന്നു വന്നൊരു വ്യക്തി, ഓക്കെ, എന്നിട്ടും ലക്ഷ്യം കൈവിടാതെ മുന്നോട്ട് പോകുകയും ആ ലക്ഷ്യം നേടിയെടുക്കുകയും എന്തൊക്കെ കടമ്പകൾ ഉണ്ടായാലും അതിനൊക്കെ മറികടന്ന് നേടിയെടുക്കുകയും ചെയ്തതിന്റെ ഫലമാണ് നിങ്ങൾക്ക് ഒക്ടോബർ മാസത്തിൽ കിട്ടുന്ന ആ ഒരു അംഗീകാരങ്ങളും പേരും പ്രശസ്തിയും ഒക്കെ. ഓക്കെ, ജോബിൽ കിട്ടുന്ന പ്രൊമോഷൻ ആണെങ്കിലും സാലറി ഹൈക്ക് ആണെങ്കിലും ഒക്കെ അത് നിങ്ങൾക്ക് അർഹതയുള്ളതാണ് എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ആ പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ വളരെ വളരെ സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കുമെന്ന് കാണുന്നുണ്ട്. കാരണം നിങ്ങൾ അത്രയും കടമ്പകൾ കടന്നിട്ടുണ്ട്.
ഓക്കെ, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ചാലഞ്ചസ് കരിയറിൽ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷ നിങ്ങൾ കൈവിട്ടിട്ടില്ല. ഓക്കെ, നിങ്ങളുടെ സ്വപ്നത്തിനെ നിങ്ങൾ കൈവിട്ടിട്ടില്ല. അപ്പൊ അതിൻ്റെതാണ് നിങ്ങൾക്ക് ഈ കിട്ടുന്ന അംഗീകാരവും ഈ കിട്ടുന്ന എന്താ പറയണ്ട ജോലിയിലുള്ള ഉയർച്ചയും സാലറിയിലുള്ള ഉയർച്ചയും ഒക്കെ. അത് നിങ്ങൾക്കൊരു കൺഫർമേഷൻ ആണ്, നിങ്ങൾ വിജയിച്ചു എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് വളരെ ശക്തമായിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ സക്സസ്ഫുൾ ആണ് എന്നുള്ള ആ ഒരു ചിന്ത, ഞാൻ വിക്ടോറിയസ് ആണ് എന്നുള്ള ആ ഒരു ചിന്ത. കാരണം അതാണ് ഈ ഒരു വരുന്ന അച്ചീവ്മെന്റ് അല്ലെങ്കിൽ ഒരു അംഗീകാരം എന്ന് പറയുന്നത് അത്രയും ഒരു വലിയൊരു ചാലഞ്ച് നിങ്ങൾ കടന്നു വന്നതിന്റെ ഭാഗമായിട്ടാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം ഒരുപാട് കൂട്ടുന്നതാണ്. നിങ്ങളുടെ കഴിവുകളെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യം ഉണ്ടാക്കുന്നതാണ് ഈ നേട്ടങ്ങളും വിജയങ്ങളും ഒക്കെ ഈ ഒക്ടോബർ മാസത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് അർഹതയുള്ളതാണെന്ന് നിങ്ങൾ എപ്പോഴും ഓർക്കുക. നിങ്ങൾക്കത് അറിയാം, നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് കാണുന്നു. പക്ഷെ ഇൻ കേസ് ആരെങ്കിലും ഇങ്ങനെ ചിലപ്പോൾ ചില അസൂയകളുണ്ട്, ഇങ്ങനെ ഭാഗ്യം, ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ നിനക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു നിങ്ങൾ കഷ്ടപ്പെട്ട് നേടിയെടുത്ത വിജയത്തിനെ ഭാഗ്യം കൊണ്ട് മാത്രം കിട്ടിയതാണ് എന്നുള്ള ലെവലില് മാറ്റിമറിക്കാനൊക്കെ ചിലർ ശ്രമിക്കാം. അപ്പൊ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത് ഇത് ഞാൻ കഷ്ടപ്പെട്ടതിന്റെ വിജയമാണെന്ന്. ഓക്കെ, അപ്പൊ ഒരു ഭാഗ്യം കൊണ്ടാണല്ലേ എന്ന് ഒരുപാട് പേര് നിൽക്കുമ്പോൾ പറയുമ്പോൾ പറയാ ഞാൻ കൃത്യമായി പണിയെടുത്തതിനാണ് എനിക്ക് ഈ അംഗീകാരം കിട്ടിയിരിക്കണേ എന്നുള്ളത്. ഓക്കെ, വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയാം. അവിടെ ദേഷ്യത്തിലും പറയരുത്, അല്ലെങ്കിൽ കളിയാക്കണ പോലെ ഒന്നും പറയരുത്. വളരെ ഒരു നല്ലൊരു പ്ലസന്റ് സ്മൈലൊക്കെ കൊടുത്തിട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയാം, ഞാൻ കഷ്ടപ്പെട്ട് ജോലി എടുത്തതിന്റെ അംഗീകാരമാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിജയം എന്നുള്ളത്. ഓക്കെ, ഒരു മെയിൻ ക്യാരക്ടർ എനർജിയിലേക്ക് നിങ്ങൾ വരുന്നതാണ് നിങ്ങളുടെ കരിയറിൽ, അങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, നമുക്ക് സൺ കാർഡും കിട്ടിയിട്ടുണ്ട്. അത്രയും സന്തോഷം, സമാധാനവും സംതൃപ്തിയും ഉണ്ടാവുക. അതായത് നിങ്ങൾക്ക് ജോലിയിൽ അത്രയും നിങ്ങൾ ഹാപ്പി ആകുന്ന അനുഭവങ്ങൾ, അത്രയും നിങ്ങൾ ഹാപ്പി ആകുന്ന ഒരു നേട്ടം, ഒരു വിജയം, അതാണ് നമുക്ക് കാണുന്നത്. നിങ്ങൾക്കുള്ളിൽ ഞാൻ വിജയിച്ചു എന്ന് തോന്നുന്ന ഒരു സന്ദർഭമാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി ജോലി ഇല്ലാത്ത വിഭാഗത്തിന്, ഗ്രൂപ്പ് 2 ജോലി ഇല്ലാത്ത വിഭാഗത്തിന് ഈ ഒക്ടോബർ മാസം അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കും? Okay, 4 of Cups. Clarify the 4 of Cups. Temperance. Clarify the Temperance. Clarify the Temperance. 6 of Pentacles. Clarify the 6 of Pentacles. 9 of Swords. Clarify the 9 of Swords. King of Swords. Okay, ഹൈ പ്രീസ്റ്റസ് ആണ് അണ്ടർലൈങ് എനർജി. ഇവിടെ എന്താണ്ട് അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ജോലി ഇല്ലാത്ത വിഭാഗത്തിന് എന്താണ് നിങ്ങൾ ഒരു ജോലി എന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്ന ഒരു മാസമാണ് ഒക്ടോബർ. അപ്പൊ ഇത്രയും നാളും ചിലപ്പോ പെട്ടെന്ന് ജോലി കിട്ടാൻ സാധ്യതയുള്ള മേഖല, അല്ലെങ്കിൽ പഠിച്ചതുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ ആവും നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഈ ഒക്ടോബർ മാസത്തിൽ ഞാൻ കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി ഏതാണ് അതിനെ ഫോക്കസ് ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരു മാസം. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളിപ്പോ ബാക്കി പറഞ്ഞ പോലത്തെ മേഖലകളിലേക്ക് ജോലിക്ക് നോക്കി കിട്ടാതെ അതിന്റെ സ്ട്രെസ്, ആൻസൈറ്റി, ഓക്കെ, ഭാവിയെക്കുറിച്ച് ആശങ്കയും പേടിയും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം. അപ്പൊ നിങ്ങൾ തീരുമാനിക്കുകയാണ്, എന്തിനാണ് ഞാൻ ഇങ്ങനെ കിടന്ന് എന്നെ തന്നെ ഉപദ്രവിക്കുന്നത്, എന്നെ തന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്, ഇത്രയും ഞാൻ ശ്രമിച്ചു, ഇതൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പൊ ഇനി എന്റെ മനസ്സിൽ എനിക്ക് ഇഷ്ടമുള്ള ജോലി ഏതാണോ അതിനെ ഫോക്കസ് ചെയ്ത് അതിനു വേണ്ടി പരിശ്രമിക്കാം എന്നുള്ളൊരു ചിന്തയിലേക്ക് നിങ്ങൾ എത്തുന്നു. ഓക്കെ, ആ ഒരു ഈ ഫീൽഡിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡ് ഉണ്ട്, അത് ചിലപ്പോൾ നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ നിങ്ങളുടെ ഒരു വിൽ പവർ ആണ് അവിടെ. അതായത് ഈ ജോലിയുമായിട്ട്, ഈ ഒരു പെർട്ടിക്കുലർ ഒരു എന്താ പറയുക ഓപ്പർച്യൂണിറ്റിയുമായിട്ട് മുന്നോട്ട് പോകാം. കുറച്ച് ക്രിയേറ്റിവിറ്റി ഇൻവോൾവ് ആയിട്ടുള്ള മേഖലയായിരിക്കാം.
അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് അതില് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വളരെ ക്ഷമയോടെ നിങ്ങൾ എന്താ പറയാ ആക്ഷൻ എടുക്കുന്ന, ഓക്കെ, അതിനായി പരിശ്രമിക്കുന്ന, കാരണം നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു കരിയർ ആണ്, നിങ്ങൾക്കത് എല്ലാം കൊണ്ട് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നതാണ്, അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഫ്ലറിഷ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ട്. അത് വെച്ചുകൊണ്ടാണ് നിങ്ങൾ അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഒരു ഡിവൈൻ അലൈൻമെന്റ് ആണ് ആക്ച്വലി നടക്കുന്നത്. കാരണം അത് ആ ഒരു ജോലിയിലേക്കാണ് നിങ്ങൾ എത്തേണ്ടത്. കരിയർ വൈസ് നിങ്ങൾ എത്തിപ്പെടേണ്ട മേഖല അത് തന്നെയാണ്. പക്ഷെ അതിലേക്ക് നിങ്ങൾ ഇപ്പോഴാണ് അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിയുന്നു, നിങ്ങൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. ഓക്കെ, നിങ്ങൾ ആ ഒരു പണ്ട് മുതലേ ചിലപ്പോൾ നിങ്ങൾ ആ ഒരു ഇൻട്രസ്റ്റ് പല അവസരങ്ങളിലും കാണിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോഴാണ് നിങ്ങൾ അത് തിരിച്ചറിയുന്നത്. അപ്പൊ തിരിച്ചറിയുന്നപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അതിലേക്ക് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഫോക്കസ് മാറ്റാണ്. ഫോക്കസ് മാറ്റി അതിനു വേണ്ടി പരിശ്രമിക്കുക. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതിന് വേണ്ടുന്ന ആക്ഷൻസ് എടുക്കുക, പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുക. അങ്ങനെ ഈ അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോയി നിങ്ങൾ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്ത് വളരെ ധൈര്യത്തോടെ, ഓക്കെ, വളരെ ഒരു ഉത്സാഹത്തോടെ കോൺഫിഡൻസോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു മാസമായിട്ടാണ് ഒക്ടോബർ മാസത്തിനെ കാണുന്നത്. അപ്പൊ ആ ഒരു ടെൻഷൻ, ആ ഒരു ആശങ്ക ഒക്കെ നിങ്ങളിൽ നിന്ന് പോവാണ്. പകരം നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആവുക. കാരണം ഈ മേഖലയിൽ ഞാൻ എന്തായാലും എനിക്ക് ജോലി കിട്ടിയിരിക്കും, അത് ഞാൻ അർഹിക്കുന്ന രീതിയിൽ ഞാൻ അതിൽ ഉയർന്നു വന്നിരിക്കും, എനിക്ക് ആ ഒരു ജോലിയിൽ ഉന്നതിയൊക്കെ എന്തായാലും ഉണ്ടാവും, ഇതിൽ ഞാൻ എന്തായാലും വിജയിച്ചിരിക്കും എന്ന ഒരു അത്രയും നിങ്ങൾക്കൊരു ഉറപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, മനസ്സിനും ആ ഒരു ഉറപ്പ് കിട്ടുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അതിനായി പരിശ്രമിക്കുന്നു. അപ്പൊ ആ ഒരു ധൈര്യം നിങ്ങളിലേക്ക് വരികയാണ്, ഒരു ആത്മവിശ്വാസം വരികയാണ്. നിങ്ങൾ എന്തായാലും നിങ്ങൾ പരിശ്രമിക്കുന്നത് കിട്ടും എന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങളിലേക്ക് വരികയാണ്. അപ്പൊ ടെൻഷനൊക്കെ പോയി നിങ്ങൾ അതിനായിട്ട് വർക്ക് ചെയ്യുന്ന അപ്പൊ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് അതിലെ സയൻസും യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ പോയിന്റിലും ഒരു സയൻസ് അല്ലെങ്കിൽ സിക്രനിസിറ്റീസ്, ഗൈഡൻസസ് ഒക്കെ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇൻറ്റ്യൂറ്റീവ്ലി. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു റിയലൈസേഷൻ ഉണ്ടാവാണ്, പണ്ട് മുതലേ ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത് ഈ മേഖലയിലായിരുന്നു, ഇതിലാണ് ഞാൻ വിജയിക്കാൻ പോകുന്നത്. അങ്ങനെ ആ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കുകയും അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ വീണ്ടും കൺഫർമേഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാവും ഇല്ലേ, ആ ഒരു ജോലിയിലേക്ക് എത്തിപ്പെടും എന്നുള്ളതിനെ ബന്ധപ്പെട്ട്. അങ്ങനെ വളരെ കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു മാസമാണ് ഈ ഒക്ടോബർ മാസം എന്ന് നമുക്ക് കാണുന്നു. ഇനി നമ്മൾ റിലേഷൻഷിപ്പിന്റെ ഒരു മേഖലയിലേക്കാണ് പോകുന്നത്. അപ്പൊ സൗഹൃദങ്ങളും കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 2-ന്റെ ഒക്ടോബർ മാസം എങ്ങനെയായിരിക്കും? ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ സൗഹൃദവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ സുഹൃത്തുക്കളുടെ എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ, ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുന്നതിനായിട്ടും നിങ്ങൾക്ക് അതിലേക്ക് ക്ഷണം ലഭിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതിന്റെ ഭാഗമാകുന്നതായിട്ട് കാണുന്നു. അങ്ങനെ ചിലപ്പോ ഈ വ്യക്തിയുമായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് അത്രയും ഒരു അടുപ്പമില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ അത്ര കോണ്ടാക്ട് ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് വഴി നിങ്ങളുടെ വീണ്ടും ആ ബന്ധത്തിൽ ഒരു പുരോഗതി ഉണ്ടാവുന്നു, ഒരു പ്രോഗ്രസ് ഉണ്ടാവുന്നു. ഓക്കെ, നിങ്ങൾ തമ്മിൽ വീണ്ടും ആ ഒരു പഴയ ബോണ്ടിങ് സ്ട്രോങ് ആയിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ഫംഗ്ഷന് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാവുകയാണ് എങ്കിൽ, അതായത് ഒരു കാലത്ത് നിങ്ങൾ അത്രയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ അത്രയും സൗഹൃദം ഉണ്ടായിരുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവർ എന്തെങ്കിലും ഒരു ചടങ്ങിന് ക്ഷണിക്കാനോ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അറിയിക്കാനോ സന്തോഷ വർത്തമാനം അറിയിക്കാനോ ഒക്കെ ആയിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ അതിനെ ഒരു വിലയില്ലാത്ത പോലെ കാണരുത്. ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങൾ അതിനെ റെസ്പോണ്ട് ചെയ്യണം. ഇനി നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ആ ചടങ്ങിന് പങ്കെടുക്കണം. ഓക്കെ, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രോഗ്രസ് കൊണ്ടുവരുന്നതായിട്ട് കാണുന്നു. മാത്രമല്ല ഈ ഒരു ബന്ധം വീണ്ടും പഴയ രീതിയിലാകുന്നതായിട്ട്, പഴയ ആ ഒരു ബോണ്ടിങ്, ആ ഒരു കണക്ഷൻ കുറച്ചും കൂടി സ്ട്രോങ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് നല്ലതാണ്, അതാണ് മനസ്സിലാകുന്നത്. ഒരു പുതിയ തുടക്കമാണ് അവിടെ വീണ്ടും ഉണ്ടാവുന്നത്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പുതിയ
തുടക്കം. ഓക്കെ, നിങ്ങൾക്കും നിങ്ങളുടെ അത് എന്തുകൊണ്ടോ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും ഒരു പുതിയ എനർജി കൊണ്ടുവരുന്നുണ്ട് ആ ഒരു റീയൂണിയൻ എന്ന് പറയുന്നത്. ഇനി എന്താ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സ്, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സ് ആരാണ്, ആർക്കൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഉയരണം, ജീവിതത്തിൽ ഉന്നതികളിൽ എത്തണം, നിങ്ങൾക്ക് നല്ലത് വരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് ആരാണ് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യക്തത വരുന്ന, ആ സത്യം പുറത്തേക്ക് വരുന്ന മാസമാണ് ഒക്ടോബർ മാസം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സ് ആരാണെന്ന് അറിയുന്നു. അപ്പൊ അവർ സോൾ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് എപ്പോഴും നിങ്ങൾ ജീവിതത്തിൽ ഉയരണം എന്ന് അവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. ഓക്കെ, അവരെ എപ്പോഴും അവർ പറയുന്ന ഓരോ വാക്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടാവും. ഓക്കെ, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറയാ. മനസ്സിൽ ഒന്ന് വെച്ച് പുറമെ വേറൊന്ന് പറയുന്ന ഒരു തരക്കാരായിരിക്കില്ല അവര്. മാത്രല്ല നിങ്ങൾ അപ്പൊ അത് തിരിച്ചറിയുമ്പോൾ ആർക്കൊക്കെയാണ് നിങ്ങൾ നന്നാവണം എന്ന് ആഗ്രഹം ഇല്ലാത്തത് എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഉള്ളിന്റെ ഉള്ളിലെ പുറമേ കാണിക്കുന്ന സ്നേഹമല്ല അവരുടെ ഉള്ളിലുള്ളത് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്. അപ്പൊ അവിടെയും അഗെയിൻ ഒരു ന്യൂ ബിഗിനിങ് ആണ് അല്ലെ. അതായത് ന്യൂ ബിഗിനിങ് ഇൻ ദ സെൻസ് ആരൊക്കെയാണ് ചേർത്ത് നിർത്തേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു, ആരിലൊക്കെയാണ് നിങ്ങൾ ഇമോഷണലി ഇൻവെസ്റ്റഡ് ആകേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ആ ആളുകളെ മാത്രം ചേർത്ത് നിർത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അവിടെ നിങ്ങൾ ഒഴിവാക്കേണ്ട ബന്ധങ്ങളെ, അകറ്റി നിർത്തേണ്ട ആളുകളെ തിരിച്ചറിയുന്നത് അകറ്റി നിർത്തുന്നു. ഓക്കെ, അവിടെ പകൽ പോലെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടുകയാണ്. ആരാണ് നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സ്, ആർക്കൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉയരണം എന്ന് ശരിക്കും ആഗ്രഹമുള്ളത്, ആരൊക്കെയാണ് ഉള്ളിന്റെ ഉള്ളില് നിങ്ങളോടൊരു വിദ്വേഷം വെച്ച് അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് വിഷമമുണ്ടാകുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ആരൊക്കെ കൂടെ കൂട്ടണം, ആരൊക്കെ അകറ്റി നിർത്തണം, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതും നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു മാസമാണ് ഈ ഒക്ടോബർ മാസം എന്ന് പറയുന്നത്. ഇനി പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട്, അപ്പൊ പ്രണയ ജീവിതം എന്ന് പറയുമ്പോൾ പ്രണയബന്ധങ്ങൾ ഉണ്ടാകാം, അതുപോലെ തന്നെ വിവാഹ ജീവിതവും ഇതിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. അപ്പൊ പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ ഒക്ടോബർ മാസം ഗ്രൂപ്പ് 2-ന് എങ്ങനെയായിരിക്കും? ഓക്കെ, നമുക്ക് ഏസ് ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ക്ലാരിഫൈ ദ ഏസ് ഓഫ് കപ്സ്, കിങ് ഓഫ് കപ്സ്, clarify the king of cups. Okay, clarify the four of swords, clarify the death. Okay, നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു റൈറ്റ് പേഴ്സൺ, ഓക്കെ, നിങ്ങളുടെ ഒരു പെർഫെക്റ്റ് കമ്പാനിയൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു മാസം, ആ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുന്ന ഒരു മാസം ആണ് ഈ ഒക്ടോബർ മാസം. ഓക്കെ, നിങ്ങൾ അതിനായിട്ട് പ്രത്യേകിച്ച് ആ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നതിന് വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ അതിനായിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോകുന്ന, വളരെ ക്ഷമയോടെ നിങ്ങൾ അതിനായി കാത്തിരിക്കുകയും അതിനുവേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫിസിക്കൽ റിയാലിറ്റിക്ക് ആ വ്യക്തി ഈ മാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കൂടിക്കാഴ്ചയാണ് ഞാൻ കാണുന്നത്. വളരെ സ്വാഭാവികമാണ്. ഇത് പുതിയൊരു വ്യക്തിയാണ് കേട്ടോ, കഴിഞ്ഞു പോയ അല്ലെങ്കിൽ എക്സ് ഒന്നല്ല, പുതിയൊരു വ്യക്തിയാണ്. ഓക്കെ, പക്ഷെ നിങ്ങളുടെ പെർഫെക്റ്റ് കമ്പാനിയൻ ആയിരിക്കും. അതായത് നിങ്ങളും അവരും തമ്മിൽ ആ ഒരു നല്ലൊരു സ്ട്രോങ് ബോണ്ടിങ് നിങ്ങൾക്ക് ഫസ്റ്റിലെ ഫീൽ ചെയ്യും. ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ആദ്യമേ ഫീൽ ചെയ്യും, ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ഫീൽ ചെയ്യും. ആ ഒരു എന്താ പറയണ്ടേ, കോംപ്ലിമെന്റ് ചെയ്യുന്നത്, നിങ്ങൾ പരസ്പരം കോംപ്ലിമെന്റ് ചെയ്യുന്നത് നിങ്ങൾ തിരിച്ചറിയുകയും ചെയ്യും. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇമോഷണലി അവൈലബിൾ ആണെന്ന് കാണുന്നു. വളരെ സ്വീറ്റ് കൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഒരു മെച്ചോർഡ് ആണ്. ഓക്കെ, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വരുമ്പോൾ വളരെ മെച്ചോർഡ് ആയിട്ടുള്ള കാഴ്ചപ്പാടുകളുള്ള ഒരു വ്യക്തി. അങ്ങനെ അപ്പോ ഇനി നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഓൾറെഡി ഒരു പ്രണയബന്ധത്തിലുള്ള ഒരാളാണെങ്കിൽ ഒരു പുതിയ ചാപ്റ്റർ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ തുടങ്ങുകയാണ്. ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കാൻ ഇടയുള്ള ഒരു മാസമാണ് ഒക്ടോബർ മാസം. ഓക്കെ, വളരെ സ്നേഹവും സപ്പോർട്ടും കെയറും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് ഇമോഷണലി അവൈലബിൾ ആകുന്ന ഒരു മാസം. ഓക്കെ, നിങ്ങൾ വളരെയധികം ഒരു സ്വസ്ഥമായിട്ട് നിങ്ങളുടെ പ്രണയ ജീവിതം അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും. നിങ്ങൾ ഓരോ മൊമെന്റ് എൻജോയ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഒരു റിഫ്രഷിങ് എനർജിയാണ് അത് ഇവിടെ കാണുന്നത്. ഒരു എന്താ പറയാ, വളരെ ഒരു ഇതുവരെ നിങ്ങൾ അനുഭവിക്കാത്ത ഒരു ബ്യൂട്ടിഫുൾ എനർജിയാണ്
ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഈ ഒരു മാസം അനുഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഇടയിലുള്ള ബോണ്ടിങ് വളരെ 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 സ്ട്രോങ് ആവുന്നതായിട്ട് കാണുന്നു. ആ ഒരു പരസ്പരം മനസ്സിലാക്കാനും ഒക്കെ പരസ്പരം ആ ഒരു എപ്പോഴും ഒരു കെയറിങ്ങും ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതും ഒക്കെ ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് വളരെ പ്രകടമായിട്ട് നിങ്ങൾക്കും അനുഭവപ്പെടും, ചുറ്റുമുള്ളവരും അത് കൃത്യമായും കാണുന്നതാണ്, അവർക്കും അത് മനസ്സിലാകുന്നതാണ്. നിങ്ങളുടെ ആ ബോണ്ടിങ് വളരെ സ്ട്രോങ് ആവുന്നത്. ഓക്കെ, അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു എന്താ പറയണ്ടേ, ചിലപ്പോൾ ഇത് നിങ്ങൾ വർഷങ്ങളായിട്ട് നിങ്ങൾ കാത്തിരുന്നതാവും ഈ ഒരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അതാണ് ഈ ഒക്ടോബർ മാസത്തിൽ സംഭവിക്കുന്നത്. ഓക്കെ, അതിനൊരു തുടക്കം കുറിക്കുകയാണ് ഈ ഒക്ടോബർ മാസത്തിൽ. അപ്പൊ നിങ്ങളുടെ പാർട്ട്ണർ ആ ഒരു ഡിവൈൻ നിങ്ങളുടെ കൗണ്ടർ പാർട്ട് എനർജിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ മെസ്കുലിൻ എനർജിയിലേക്ക് അവര് ഉയരുന്നതിന്റെ ഒരു ലക്ഷണമാണ്. ഞാൻ ജെൻഡർ അല്ല പറഞ്ഞത് കേട്ടോ. ആ ഒരു നിങ്ങളോട് പെർഫെക്റ്റ് ആകുന്ന എനർജറ്റിക്കലി നിങ്ങളുമായിട്ട് അലൈൻഡ് ആകുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് യൂണിവേഴ്സിന് ഈ ഒക്ടോബർ മാസവുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 2 നൽകാനുള്ള മാർഗനിർദ്ദേശങ്ങൾ. ഓരോ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഇവിടെ വെളിപ്പെട്ടിട്ടില്ല എന്ന് എടുത്തു പറയുന്നു. ഓക്കെ, ഒക്ടോബർ മാസം നടക്കാനിരിക്കുന്ന പല കാര്യങ്ങളും, പല പുതിയ അധ്യായങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്, ചിലത് അവസാനിക്കുന്നതായിട്ട് കാണുന്നു. എല്ലാം ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അതിന് അതിൻ്റെതായ കാരണമുണ്ട്. ഓക്കെ, ഓരോ കാര്യങ്ങളും അത് വെളിപ്പെടേണ്ടതായിട്ട് ഒരു സമയമുണ്ട്. ആ സമയത്ത് തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ അത് കൃത്യമായിട്ട് കാണുക, നിങ്ങൾക്ക് അത് അനുഭവിക്കാനായിട്ട് സാധിക്കുക. യൂണിവേഴ്സിൽ വിശ്വസിക്കാൻ പറയുന്നു. പിന്നെ കഴിഞ്ഞു പോയതിനെ മുറുകെ പിടിച്ച് ഇരിക്കാതിരിക്കുക. നിങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെ, നിങ്ങൾ വിട്ടുകളയേണ്ടതായിട്ടുള്ള എനർജീസിനെ നിങ്ങൾ എത്രത്തോളം മുറുകെ പിടിച്ചിരിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത്രയും സ്റ്റക്കായിട്ട് പോവും, മുന്നോട്ട് പോവില്ല. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാനൊക്കെ അതനുസരിച്ച് കാലതാമസം ഉണ്ടാകും. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. കാരണം നിങ്ങൾ മൂവ് ഓൺ ചെയ്യേണ്ടതായിട്ടുള്ള ചില ഫാസ്റ്റ് എനർജീസ് ഉണ്ട്, അതിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാത്തത് കൊണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരുപാട് ക്ലാരിറ്റി കിട്ടുന്ന ഒരു മാസമാണ് ഈ ഒക്ടോബർ മാസം. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് നല്ല വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്ന ഒരു മാസമാണ് ഒക്ടോബർ മാസം. അപ്പോൾ ആ കിട്ടുന്ന നല്ല വാർത്തകളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുക. ലഭിക്കുന്ന ക്ലാരിറ്റി, അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. ആ സത്യങ്ങളാണെങ്കിലും ആ ക്ലാരിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ ആ ഒരു ഗുഡ് ന്യൂസ് ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. അതിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കുക. അത് യൂണിവേഴ്സിനോട് നന്ദി പറയാം. ഓക്കെ, പിന്നെ നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷൻസിനെ വളരെയധികം പ്രയോറിറ്റൈസ് ചെയ്യാൻ പറയുന്നു. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഒരു കാര്യവും നിങ്ങൾ ഓവർ വർക്ക് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് കൃത്യമായി റെസ്റ്റ് എടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ആക്റ്റീവ് ആയിരിക്കേണ്ട സമയത്ത് കൃത്യമായി ആക്റ്റീവ് ആയിരിക്കുന്നുണ്ട്, പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് ഒക്ടോബർ മാസം. പിന്നെ ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, ഒരുപാട് സെലിബ്രേഷൻസ്. ഓക്കെ, ജീവിതത്തിൽ ഒരുപാട് പുരോഗതി ഉണ്ടാകുകയും അതിന്റെ ഭാഗമായിട്ട് ആ പുരോഗതി, ആ മാറ്റങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച മാറ്റങ്ങൾ ആയതുകൊണ്ട് ജീവിതത്തിൽ അതനുസരിച്ച് അത് ആഘോഷിക്കാനായിട്ട് അവസരങ്ങൾ. അതായത് ഈ വരുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്, വിഷ് ഫുൾഫിൽമെന്റ് ആണ്. ഓക്കെ, അപ്പൊ ആ വിഷ് ഫുൾഫിൽമെന്റ് അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കില്ല. അതാണ് നമുക്ക് ഫസ്റ്റ് തന്നെ അൺനോൺ കാർഡ് കിട്ടിയത്. കുറെ കാര്യങ്ങൾ ഇനിയും യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞിട്ടില്ല, എന്താണ് ഒക്ടോബർ മാസം നടക്കാൻ പോകുന്നത് എന്നുള്ളത്. അതിന്റെ ഹിന്റ് ആണ് ഇവിടെ നൽകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന നല്ല നല്ല വാർത്തകൾ നിങ്ങളിലേക്ക് വരുന്നു, ഒരുപാട് ക്ലാരിറ്റീസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു, അതും സ്വാഭാവികമായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രസ്, മാറ്റങ്ങൾ. ഓക്കെ, നിങ്ങൾ ആഘോഷിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. പുതിയൊരു ഘട്ടത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഒഴിവാക്കേണ്ടതിനെ, അതായത് ഇതിൽ നിന്നാണ് നിങ്ങൾ വിട്ടുപോരേണ്ടതിൽ നിന്ന് നിങ്ങൾ വിട്ടുപോരണം. അതിലൊരു കാരണവശാലും അതിൽ തന്നെ മുറുകെ പിടിച്ച് നിൽക്കരുത്. നിങ്ങളുടെ ജീവിതത്തിലെ പുരോഗതി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ ഈ കഴിഞ്ഞു പോയ നിങ്ങൾ വിട്ടുകളയേണ്ടതായിട്ടുള്ള ഫാസ്റ്റ് എനർജീസിനെ നിങ്ങൾ റിലീസ് ചെയ്യുക. ഓക്കെ, അത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ മാറ്റം നിങ്ങളുടെ റിയാലിറ്റിയിൽ. ഒരുപാട് സെലിബ്രേഷന്റെ ഒക്കെ ഒരു ഭാഗമാകാൻ നിങ്ങൾക്ക് അവസരം കിട്ടുന്നുണ്ട്. അതിൽ ഒരുപാട് ആഘോഷങ്ങൾ നിങ്ങളുടെ തന്നെ ചില നേട്ടങ്ങളുടെയും വിജയങ്ങളുടെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നല്ല നല്ല മാറ്റങ്ങളുടെയും ആഘോഷങ്ങളായിട്ട് കാണുന്നു. അപ്പൊ ആഘോഷത്തിന്റെ ഒക്കെ ഭാഗമാകുക, എൻജോയ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ അധ്യായങ്ങൾ, പുതിയ എനർജീസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു മാസം കൂടിയാണ്
അതിനെ 2 കൈ നീട്ടി സ്വീകരിക്കാൻ പറയുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഈശ്വരനോട് നന്ദി പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും ഈ ഒക്ടോബർ മാസത്തിൽ. ഒരുപാട് അനുഭവങ്ങൾ അങ്ങനത്തെ ആയിരിക്കും. ഈശ്വരനോട് നിങ്ങൾക്ക് നന്ദി പറയാൻ തോന്നുന്ന അത്രയും നല്ല നല്ല അനുഭവങ്ങളാണ്. അപ്പൊ അതിനെല്ലാം നിങ്ങൾ സ്വീകരിക്കാം. നിങ്ങൾക്ക് ഈശ്വരനോട് നന്ദി പറയാം. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഇനി നിങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് അവരെ ഒക്ടോബർ 2025 ബന്ധപ്പെട്ട് നൽകാനുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, ഞാൻ ഈ കാർഡ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒക്ടോബർ മാസത്തിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ദിവസങ്ങൾ, ആഴ്ചകളായിട്ട് കാണുന്നത് ചൊവ്വാഴ്ചകളും ബുധനാഴ്ചകളുമാണ് കേട്ടോ. നിങ്ങൾക്ക് വളരെ നല്ല ദിവസങ്ങളാണ് ഈ 2 ആഴ്ചകൾ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ആഴ്ചകളും കൂടിയാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീയതികൾ എന്ന് പറഞ്ഞാൽ 3ഉം 22ഉം ആണ്. നിങ്ങൾക്ക് ലിബ്ര, ജെമിനായി, സ്കോർപിയോ, പൈസീസ് പ്ലേസ്മെന്റ് നിങ്ങളുടെ സൺ, മൂൺ, റൈസിങ്ങിൽ ഉണ്ടാകാം. പിന്നെ എ, ബി, എക്സ് എന്നീ 3 അക്ഷരങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ ഇതിൽ ഏതെങ്കിലും ഉണ്ടാകാം. അല്ലെങ്കിൽ ഈ ലെറ്റേഴ്സ് നിങ്ങളുടെ ഫസ്റ്റ് നെയിമിൽ ഉണ്ടാകാം. പിന്നെ നിങ്ങൾ ജനിച്ച മാസം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഓഗസ്റ്റ് മാസം ആയിരിക്കാം, അല്ലെങ്കിൽ മൺസൂൺ വിന്റർ സീസണുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് മാസങ്ങളായിരിക്കാം. അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി. ഓക്കെ, പ്രത്യേകിച്ച് ഒക്ടോബർ ലാസ്റ്റ് വീക്ക് തൊട്ട് ഫെബ്രുവരി വരെയുള്ള മാസങ്ങൾ, അതിലേതെങ്കിലും നിങ്ങൾ ജനിച്ച മാസമാകാനും സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയുമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ എന്നെ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് വളരെ സുന്ദരമായിട്ടുള്ള ഒരു ഒക്ടോബർ 2025 ആശംസിക്കുന്നു. താങ്ക് യു. ഹലോ, നമസ്കാരം. ഗ്രൂപ്പ് 3, നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒക്ടോബർ മാസം പൊതുവെ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഒക്ടോബർ 2025 പൊതുവെ ഗ്രൂപ്പ് 3ക്ക് എങ്ങനെയാകും? Ace of Wands, clarify the Ace of Wands, Death, clarify the Death, Ten of Pentacles, clarify the Ten of Pentacles. Okay, the Fool, Queen of Cups, clarify the Queen of Cups, Eight of Swords. Okay, അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് Ace of Wands ആണ് അതിന് കിട്ടിയേക്കണേ. പിന്നെ അതിൻ്റെ കൂടെ ഡെത്തും 10 of Pentaclesഉം ഫൂൾ. അപ്പോൾ അതായത് ഫ്രഷ് എനർജി, പുതിയ തുടക്കങ്ങൾ, ഓക്കെ, പുതിയതായിട്ടുള്ള അനുഭവങ്ങൾ, അതാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഒക്ടോബർ മാസത്തിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സൈറ്റ്മെന്റ് കൊണ്ടുവരുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു എന്താ പറയണ്ടേ, നല്ല എനർജി കൊണ്ടുവരുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ, പുതിയ തുടക്കങ്ങൾക്കൊക്കെ സാധ്യത ഒക്ടോബർ മാസത്തിൽ കാണുന്നു. പ്രത്യേകിച്ചും നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരുപാട് പുതിയ പുതിയ സാധ്യതകൾ നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണുന്നു. ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം കൊണ്ടുവരുന്നതിന് ഉള്ള സാധ്യതകൾ നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നിങ്ങൾ അനുഭവിക്കാൻ ഇടവരുത്തുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഒരു ഉന്നതി, സാമ്പത്തിക ഭദ്രത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. നമുക്ക് 10 of Pentacles ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബത്തിനും ആ ഒരു സാമ്പത്തിക സെക്യൂരിറ്റി, സാമ്പത്തികമായിട്ടുള്ള സമൃദ്ധി അനുഭവിക്കാൻ ഒരു യോഗം, അതിനും സാധ്യത കാണുന്നുണ്ട്. ക്യൂൺ ഓഫ് കപ്സും പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇൻറ്റ്യൂറ്റീവ്ലി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ആ ഒരു നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന പല മാറ്റങ്ങളും. ഓക്കെ, പല പുതിയ എനർജീസ് വരുന്നത് പലതും നിങ്ങൾക്ക് പലപ്പോഴായിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സന്ദേശങ്ങളായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരുപാട് നിങ്ങൾക്ക്
നിങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ഇമോഷണൽ ഫുൾഫിൽമെന്റ് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ അവസരങ്ങൾ കിട്ടുകയാണ്. നിങ്ങളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ, നിങ്ങളുടെ സന്തോഷത്തിന് പ്രയോറിറ്റൈസ് ചെയ്ത് അതിന് വേണ്ടുന്ന കാര്യങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള അവസരവും അതിന് വേണ്ടുന്ന റിസോഴ്സസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഒരു എന്താ നമ്മുടെ അണ്ടർലൈങ് എനർജി എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് കാർഡാണ്. അപ്പൊ നിങ്ങളിലുള്ള അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകള്, അതുപോലെ തന്നെ നിങ്ങളെ കുറിച്ചിട്ടുള്ള നിങ്ങൾക്കുള്ള തെറ്റിദ്ധാരണകൾ, ഇൻസെക്യൂരിറ്റീസ്, അതിനെയെല്ലാം മറികടന്ന് നിങ്ങളുടെ ആ ഒരു ആത്മവിശ്വാസം നിറഞ്ഞ, ആ ഒരു ധൈര്യം നിറഞ്ഞ നിങ്ങളുടെ ഒരു വേർഷനിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റുന്ന അതിനൊരു സാധ്യത, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ആ ഒരു ഗ്ലോ അപ്പ് നിങ്ങൾക്ക് സംഭവിക്കുന്ന മാസമാണ് ഒക്ടോബർ മാസം. ഓക്കെ, ഇനി കരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിലാദ്യം തന്നെ ഗ്രൂപ്പ് 3 ജോലിയുള്ള വിഭാഗക്കാര്, ഓക്കെ, ഓൾറെഡി ജോലിയുള്ള വിഭാഗക്കാര്, അവർക്ക് അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ മാസം എങ്ങനെയായിരിക്കും? താങ്ക് യു. നമുക്ക് 10 of Wands ആണ് കിട്ടിയിരിക്കുന്നത്. ക്ലാരിഫൈ ദ 10 of Wands. Clarify the 10 of Wands. 5 of Cups. Clarify the 5 of Cups. Okay. Magician. Clarify the Magician. Clarify the Magician. King of Swords. Clarify the King of Swords. 7 of Cups. അപ്പോ ഇവിടെ നമുക്ക് അണ്ടർലൈങ് എനർജി ദ വേൾഡ് ആണ്. അപ്പൊ ഇവിടെ വീണ്ടും ഒരു കംപ്ലീഷൻ കാണുന്നു. കംപ്ലീഷൻ ഇൻ ദ സെൻസ് ജോലിയിൽ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ള ചില സന്ദർഭങ്ങൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സങ്കടം ഉണ്ടാക്കിയിട്ടുള്ള, നിങ്ങൾക്ക് ഒരുപാട് നിരാശ ഉണ്ടാക്കിയിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ നിങ്ങളുടെ കരിയറിൽ സംഭവിച്ചതായിട്ട് കാണുന്നു. അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റമുണ്ട്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു മാറ്റമുണ്ട്, നിങ്ങളുടെ ഒരു വിജയമുണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതിനായിട്ട് ആക്ഷൻസ് എടുക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത ആ ഒരു വിജയം നിങ്ങളിലേക്ക് എത്തുന്ന മാസമാണ് ഒക്ടോബർ മാസം. ഓക്കെ, ആ വിജയം നിങ്ങളിലേക്ക് എത്തുന്നതോടുകൂടെ ഈ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാക്കിയിട്ടുള്ള, നിരാശ ഉണ്ടാക്കിയിട്ടുള്ള അനുഭവങ്ങൾക്ക് ഒരു അവസാനം, അതിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായും നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നതായിട്ടും കാണുന്നു. അപ്പൊ അതായത് ഇവിടെ പറയുന്നത് എങ്ങനെയാ വെച്ചാൽ അതിനുള്ള അവസരങ്ങൾ വരിക നിങ്ങളിലേക്ക്. ഓക്കെ, എങ്ങനെ ഈ വിജയം നേടാം എന്നതിനെ സംബന്ധിച്ചുള്ള, അല്ലെങ്കിൽ എങ്ങനെ ഈ വിജയം നിങ്ങൾക്ക് ഉണ്ടാവും, എങ്ങനെ ഈ ഒരു ഉയർച്ച ഉണ്ടാവും എന്ന് ആലോചിച്ച് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ആ കൺഫ്യൂഷൻ അതിന് അവസാനം ഉണ്ടാകുന്നു. ആ ഒരു നിരാശ, ഓക്കെ, ആ ഒരു പാസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ അതിൽ തന്നെ ആ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ ഒരു മാറ്റം, നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നു. മൂവ് ഓൺ ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരു വിജയം ഉണ്ടാകുകയാണ്. അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കരിയറിൽ ഒരു ഉന്നതി ഉണ്ടാവുകയാണ്. അപ്പൊ എന്താണോ നിങ്ങൾക്ക് നഷ്ടമുണ്ടായത് അതേ സന്ദർഭത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം, നേട്ടം ഉണ്ടായിക്കൊണ്ട്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ഒരു വിജയം അല്ലെങ്കിൽ നേട്ടം ഉണ്ടായിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജി. ഓക്കെ, പുതിയൊരു ഘട്ടത്തിലേക്ക് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ കാലെടുത്ത് വെക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ആ ഒരു നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ തരാത്ത, സംതൃപ്തി തരാത്ത സന്ദർഭങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് ഒക്കെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഈ കരിയറിൽ. എന്നിട്ട് നിങ്ങൾ എങ്ങടാ മുന്നോട്ട് പോകണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വർക്ക് എൻവയോൺമെന്റിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രൊഫഷനിലേക്ക്, ആ ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ മാറുന്നത്. മിക്കതും ജോലി മാറുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അതും ഇപ്പോൾ ഉള്ളത് സംതൃപ്തി തരാത്ത ഒരു ജോലിയാണെങ്കിൽ നിങ്ങൾക്ക് സംതൃപ്തി തരുന്ന, നിങ്ങളെല്ലാം കൂടി നിങ്ങൾക്ക് അർഹതപ്പെട്ടിട്ടുള്ള ആ ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ അവസരം, അല്ലെങ്കിൽ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അങ്ങനെ നിങ്ങൾ അവസരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ നിങ്ങൾ ആ എന്നേക്കുമായിട്ട് നിങ്ങൾക്ക് നല്ലതല്ലാത്ത, നിങ്ങൾക്ക് സംതൃപ്തി തരാത്ത ആ ഒരു കരിയർ എനർജി അറ്റ്മോസ്ഫിയറിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോവാണ്. ഓക്കെ, ആ ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ജോലി ഇല്ലാതിരിക്കുന്ന വിഭാഗം, ഗ്രൂപ്പ് 3 ജോലി ഇല്ലാതിരിക്കുന്ന വിഭാഗത്തിന് അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട് ഈ ഒക്ടോബർ മാസം എങ്ങനെയായിരിക്കും?
ഓക്കെ, നമുക്ക് സൺ കാർഡ് ആണ് കിട്ടിയിട്ടുള്ളത്. ക്ലാരിഫൈ ദ സൺ കാർഡ്. സ്ട്രെങ്ത്, clarify the strength. The lovers, clarify the lovers. 5 of cups. Clarify the 5 of cups. Clarify the 5 of cups. The temperance. അണ്ടർലൈങ് എനർജി വേൾഡ്. നിങ്ങൾക്ക് മേജർ അർക്കാനയുടെ ഒരു കളിയാണ്. ഒരു 5 ഓഫ് കപ്സ് മാത്രമേ മൈനർ അർക്കാന എന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒക്ടോബറിൽ ഉണ്ടാകുന്നത്. ഓക്കെ, നിങ്ങളുടെ പ്രതീക്ഷ വെറും ഒരു പ്രതീക്ഷ നൽകല്ല, നിങ്ങൾക്ക് ആ ഒരു ഷ്യോറിറ്റി, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നിങ്ങൾ എത്തുമെന്നുള്ള ആ ഒരു അത്രയും ഉറപ്പ്, ആ ഒരു കൺഫർമേഷൻ നൽകുന്ന ഒരു മാസമാണ് ഒക്ടോബർ മാസം. അപ്പൊ നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടാകുക എന്ന് കാണുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിജയം, കരിയറിൽ നിങ്ങൾ എവിടെ എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്നു, അതിലേക്ക് എത്താനുള്ള അവസരങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ അതിനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഒക്ടോബർ മാസത്തിൽ നിങ്ങൾ അതിനായിട്ട് വളരെയധികം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നു. ആ ഒരു പ്രതീക്ഷയോടെ, ഓക്കെ, അവിടെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ്. ആ മൈൻഡ് സെറ്റ് വെച്ചുകൊണ്ടാണ് നിങ്ങൾ ആക്ഷൻസ് എടുക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷൻ, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും റിസൾട്ട് കിട്ടാത്ത അവസ്ഥയാണ്. അതിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾ മുന്നോട്ട് പോവാണ്. ഓക്കെ, നിങ്ങൾ അലൈൻഡ് ആകുന്നു നിങ്ങളുടെ ആ ഒരു ഹയർ ലെവലിലേക്ക്, നെക്സ്റ്റ് ലെവലിലേക്ക്, ഒരു ഹയർ ലെവൽ ഫ്രീക്വൻസിലേക്ക് നിങ്ങൾ അലൈൻഡ് ആകുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജോലി, അല്ലെങ്കിൽ നിങ്ങൾ കരിയറിൽ എന്ത് മാറ്റമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനോട് നിങ്ങൾ അലൈൻഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതിന്, ചിലവർക്ക് ആ പുതിയ തുടക്കം തന്നെ ഉണ്ടാകുകയാണ്. അതായത് ആ ജോലി കിട്ടുന്നു, ആഗ്രഹിക്കുന്ന പോലെ എന്തിനു വേണ്ടിയാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ആ ജോലി കിട്ടുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ഷിഫ്റ്റ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഇത്രയും നാളും നിങ്ങൾ എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടാതിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പരിശ്രമിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഫലം കിട്ടുകയും നിങ്ങൾക്ക് അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയും, ഓക്കെ, ഒരു പ്രോഗ്രസ്, ഒരു ഫോർവേഡ് മൊമെന്റ് നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് നിങ്ങളുടെ കരിയറിൽ സാധിക്കും എന്ന് കാണുന്നു. നിങ്ങൾക്ക് വളരെയധികം കോൺഫിഡൻസ് തരുന്ന രീതിയിലാണ് കരിയറിലുള്ള ആ ഒരു എനർജി നമുക്ക് കാണുന്നത്. അത് നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു വളരെ പ്രതീക്ഷയോടെ അതിനുവേണ്ടി പരിശ്രമിക്കാൻ ഒരു എനർജി കിട്ടുകയാണ്. ആ ഒരു ചിലപ്പോൾ നിങ്ങളിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അത് മാറി അവിടെ ഒരു പ്രതീക്ഷ വീണ്ടും പുനഃസ്ഥാപിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അപ്പൊ അത്തരത്തിലൊരു കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതിലേക്ക് എത്തും എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. അതിന് തക്കതായിട്ടുള്ള ഒരു അനുഭവം, ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നു. ഇനി നമ്മൾ കുടുംബ ബന്ധങ്ങളും സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒക്ടോബർ മാസം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ കുടുംബ ബന്ധങ്ങളും സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ മാസം എങ്ങനെയായിരിക്കും ഗ്രൂപ്പിലേക്ക്? Clarify the devil. Thank you. Wheel of Fortune. Clarify the ഓക്കെ, അണ്ടർലൈങ് എനർജി സൺ കാർഡ് ആണ്. അഗെയിൻ സൺ ഇൻ ദ സൺ എനർജി ഇപ്പം നമുക്ക് ആദ്യം വന്നിട്ടില്ല അല്ലെ? ഓക്കെ, ഇവിടെയാണ് വന്നത്. സൺ എനർജി എന്ന് പറയുന്നത് ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗഹൃദങ്ങൾ പ്രധാനപ്പെട്ടത്, നിങ്ങൾക്ക് നല്ലതല്ലാത്ത സൗഹൃദങ്ങൾ നിങ്ങളിൽ നിന്ന് അവസാനിച്ചു പോകുന്നതായിട്ട്, ആ വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് നല്ലതല്ലാത്ത സൗഹൃദങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ആ കണക്ഷൻസ് ഒക്കെ അതിൽ നിന്നൊക്കെ നിങ്ങൾ ഫ്രീ ആകുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അത് സ്വാഭാവികമായിട്ട് അവിടെ അകന്നു പോവാണ്. നിങ്ങളിലും അവരിലും ഒരു ഡിസ്റ്റൻസ് വരുന്നു. അതിന് ഒരു ഡ്രമാറ്റിക് ആയിട്ടൊന്നും സംഭവിക്കുന്നൊന്നുമില്ല. ഒരു സ്വാഭാവികമായിട്ട് ആ ഒരു അകൽച്ച വരുന്നു, അത് അങ്ങനെ അകന്നു പോകുന്നു. അത് നിങ്ങളെ ഒരുപാട് എഫക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല.
അവിടെ ആ ഒരു എൻഡിങ് നടക്കുകയാണ്. കാരണം അത് നിങ്ങൾക്ക് നല്ലതല്ല. നിങ്ങൾക്ക് ടോക്സിക് ആയിട്ടുള്ള സൗഹൃദങ്ങളാണ്. അത് നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് വിട്ടുപോകാനുള്ള സന്ദർഭം ഉണ്ടാകുമ്പോൾ അതിനെ പിടിച്ചു നിർത്താനോ നിയന്ത്രിക്കാനോ ശ്രമിക്കാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ നല്ലതിനാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. കാരണം ആ ബന്ധങ്ങൾ, ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതനുസരിച്ച് നിങ്ങൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള സൗഹൃദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യം കൊണ്ടുവരുന്ന തരത്തിലുള്ള സൗഹൃദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, അത്തരത്തിലുള്ള വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണാൻ നമുക്ക് സാധിക്കുന്നു. ആ ഒരു എന്താ പറയണ്ടേ, നിങ്ങൾക്ക് ആ യാഥാർത്ഥ്യം തിരിച്ചറിയാണ് ഏതൊക്കെ ബന്ധങ്ങൾ, സൗഹൃദങ്ങളാണ് നല്ലത്, ഏതൊക്കെയാണ് മോശം, ഏതൊക്കെയാണ് ടോക്സിക് ആയിട്ടുള്ള സൗഹൃദങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്നു. അങ്ങനെ അപ്പൊ നിങ്ങൾക്ക് ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് വിട്ടുപോരാനും എളുപ്പമാണ് അല്ലെ. അങ്ങനെ നിങ്ങൾ വിട്ടുപോരുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ കുടുംബ ബന്ധങ്ങളിൽ പറയുമ്പോൾ നിങ്ങൾ കുറച്ച് ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, വളരെ ആത്മവിശ്വാസത്തോടെ. ചില ബന്ധങ്ങളെ നിങ്ങൾ ഉപേക്ഷിച്ച് മുന്നോട്ട്, ചില ബന്ധങ്ങൾ മാത്രമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ തീരുമാനിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന, ഓക്കെ, നിങ്ങളെ ജീവിതത്തിൽ ഉയരാൻ സമ്മതിക്കാത്ത, നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് ഉണ്ടാകുമ്പോൾ അതിൽ സന്തോഷിക്കാത്ത ചില ബന്ധങ്ങളുണ്ട്, ചില ആളുകളുണ്ട്. അവരെയാണ് നിങ്ങൾ ഉപേക്ഷിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്. എന്നേക്കുമായിട്ട് നിങ്ങൾ അത് ഉപേക്ഷിക്കുകയാണ്. വളരെ ശക്തമായ ഒരു നിലപാടാണ് നിങ്ങൾ എടുക്കുന്നത്. അവരെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഇനി ഉൾക്കൊള്ളിക്കില്ല എന്ന ശക്തമായ തീരുമാനം എടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇതിലൂടെ എല്ലാം നിങ്ങൾക്ക് എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു സംതൃപ്തിയും ഒരു സന്തോഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അവിടെ നിങ്ങൾക്കൊരു വിഷമോ സങ്കടമോ ഒന്നുമല്ല. കാരണം നിങ്ങൾ ഓരോ നെഗറ്റീവ് ആയിട്ടുള്ള എനർജീസ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ, നിങ്ങളായി തീരുമാനിച്ച് റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാവുന്നതും ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതും കാണാൻ സാധിക്കും. കാരണം നിങ്ങൾ നിങ്ങളുടെ എനർജി പ്യൂരിഫൈ ചെയ്യാണ്. മനസ്സിലായോ? ഇനി പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റീഡിംഗ് ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ സിംഗിൾ ആയിരിക്കാം, അല്ലെങ്കിൽ മാരീഡ് ആയിട്ടുള്ള വ്യക്തി ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു ഒക്ടോബർ മാസം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നോക്കുന്നത്. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് അവരുടെ പ്രണയ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ മാസം എങ്ങനെയാകും? ഓക്കെ, ക്ലാരിഫൈ ദ ടവർ, clarify the moon, clarify the 3 of Pentacles, clarify the Magician, clarify the Magician. Thank you. വളരെ അപ്രതീക്ഷിതമായിട്ട്, പ്രത്യേകിച്ച് സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ശരിയായ പാർട്ട്ണർ ആരാണ് എന്നുള്ള തിരിച്ചറിവ്, ആ വ്യക്തിയെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ആ ഒരു നിങ്ങൾക്ക് ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി ആണ് ഉണ്ടായിരുന്നത്. ആ വ്യക്തി ആരാണെന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇത്രയും നാളായിട്ടൊരു ക്ലാരിറ്റി ഇല്ല. ഇന്ന ആളാണ്, ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി മീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മെസ്സേജസ് കിട്ടുന്നുണ്ടാവും. പക്ഷെ അത് ആരാണെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് ഇത്ര നാളും പറ്റിയിട്ടുണ്ടായിരുന്നുണ്ടാവില്ല. ആ വ്യക്തി ആരാണ് എന്ന് നിങ്ങൾക്ക് അപ്പൊ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു ആ വ്യക്തി ആരാണെന്ന് കണ്ടെത്താനായിട്ട്. കണ്ടെത്താൻ പറ്റാതെ ഒരു നിരാശയുള്ളതായിട്ട് കാണുന്നു. അതാണ് അവസാനിക്കുന്നത്. ഓക്കെ, ആ ഒരു സത്യം പുറത്തേക്ക് വരികയാണ്. ആരാണ് നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ ഈ ജന്മത്തിൽ നിങ്ങൾ വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾ ഈ ലൈഫ് ലോങ് കൂടെ ഉണ്ടാകുന്ന നിങ്ങളുടെ ജീവിത പങ്കാളി ആരാണെന്നുള്ളത്, ആ ഒരു കൃത്യമായൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നു. ആ വ്യക്തി ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. ഓക്കെ, അതാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള മെസ്സേജ്. പിന്നെ പ്രണയബന്ധത്തിലായിട്ടുള്ളവർക്ക് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അതായത് നിങ്ങൾക്ക് നല്ലതാണ് എന്ന് വിചാരിച്ച പാർട്ട്ണർ, ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് വിചാരിച്ച പാർട്ട്ണർ അങ്ങനെ ആയിരിക്കില്ല എന്നും, ഓക്കെ, അതല്ല നിങ്ങളുടെ ശരിയായ പങ്കാളി എന്നും നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കമ്പാനിയൻ ആയിരിക്കില്ല ഈ ഒരു വ്യക്തി എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു മൊമെന്റ് ആണിത്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് അത് ഒരുപാട് സങ്കടം ഉണ്ടാക്കും. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എന്താ പറയാ, നിങ്ങൾ ഇത്ര നാളും വിചാരിച്ചത് ഈ വ്യക്തിയാണ്, ഈ വ്യക്തിയുമായിട്ടൊരു ഫാമിലി ഉണ്ടാവും, ഇവരാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ലോങ് പാർട്ട്ണർ എന്നാണ്. പക്ഷെ അതല്ല എന്നുള്ള ഒരു സത്യം പുറത്തേക്ക് വരുന്ന ഒരു മാസമാണ് ഒക്ടോബർ മാസം. അത് നിങ്ങൾക്ക് വളരെ ഷോക്കിംഗ് ആയിരിക്കും. നമുക്ക് ടവർ മൊമെന്റ് ആണ് കാണുന്നത്. ഈ പറഞ്ഞ പോലെ സിംഗിൾസ് നിങ്ങളുടെ പാർട്ട്ണറിനെ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് ഓൾറെഡി മീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടും
അതാരാണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ നടന്നിരുന്ന ആളുകൾ. ആ വ്യക്തിയെ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾ വളരെ ഷോക്ക്ഡ് ആയിരിക്കും. കാരണം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളാണ് എന്ന് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ പെർഫെക്റ്റ് പാർട്ട്ണർ ആണ് അവര്. ഓക്കെ. അപ്പോ അതുപോലെ തന്നെയാണ് റിലേഷൻഷിപ്പിലായിട്ടുള്ള, അതായത് വിവാഹം കഴിച്ചിട്ടുള്ളവർ എന്നല്ല ഞാൻ പറയണേ, റിലേഷൻഷിപ്പിലായിട്ടുള്ളവർക്കും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പാർട്ട്ണർ, അതായത് വിവാഹം കഴിക്കും, ലൈഫ് ലോങ് കൂടെ ഉണ്ടാകും എന്ന് വിചാരിച്ച വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാകില്ല എന്നുള്ളതും, ഇതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ്, ആ ഒരു പാർട്ട്ണർ ഈ പറയുന്ന ആൾക്ക് ആകാൻ സാധിക്കില്ല എന്നുള്ള ആ ഒരു സത്യം നിങ്ങൾ തിരിച്ചറിയുന്ന മാസമാണ് ഒക്ടോബർ മാസം. ഓക്കെ. അത് നിങ്ങൾക്ക് ഒരുപാട് ഷോക്കിംഗ് ആയിരിക്കും. പക്ഷേ നിങ്ങൾക്കത് സങ്കടം ഉണ്ടായിരിക്കും. പക്ഷെ അത് നിങ്ങളുടെ നല്ലതിനാണ് എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകണം. കാരണം നല്ലതല്ലാത്തൊരു പാർട്ട്ണറിനെ അത് യൂണിവേഴ്സ് കാണിച്ചു തരാം, ഇതല്ല നിങ്ങളുടെ പാർട്ട്ണർ, ഈ വ്യക്തിയുടെ കൂടെ അല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാകുക എന്ന് യൂണിവേഴ്സ് കാണിച്ചു തരിക. അത് നിങ്ങളുടെ നല്ലതിനാണ് അല്ലേ? അപ്പോഴാണ് നിങ്ങളുടെ റൈറ്റ് പാർട്ട്ണറിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പൊ നിങ്ങളോട് പറയുന്നത് കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ റൈറ്റ് പാർട്ട്ണറിലേക്ക് നിങ്ങൾ എത്തിയിരിക്കും. അവരെ നിങ്ങൾ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. ഓക്കെ. അതിനായിട്ട് നിങ്ങൾ ഇപ്പൊ ഫോഴ്സ് ചെയ്യണ്ട. ഇപ്പൊ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ പുറത്തു കിടക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതിൽ തന്നെ ഫോഴ്സ് ചെയ്യുക, അതിൽ തന്നെ ഫോക്കസ് ചെയ്യുക. അതിൽ നിന്ന് റിലീസ് ചെയ്യുന്നതിന് വേണ്ടുന്ന കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. അത് ആരാണെന്നുള്ളത് സമയം ആവുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നതാണ്. ഓക്കെ. എന്നാൽ ഇപ്പൊ കൂടെയുള്ള ആളല്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് ഷോക്കിംഗ് ആയിരിക്കും, നിങ്ങൾക്ക് ഒരുപാട് വേദന ഉണ്ടാക്കും, പക്ഷെ നിങ്ങളുടെ നല്ലതിനാണ്. ഇനി ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആളുകള് ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പില് ഒരു കാര്യമായ ഒരു പ്രശ്നം നിങ്ങൾ നേരിടുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു വഞ്ചനയുടെ ഒക്കെ ഒരു എനർജി കാണുന്നുണ്ട്. അത് ഇപ്പൊ റിലേഷൻഷിപ്പിലായാലും മാരീഡ് ആയാലും ഈ ഒരു വഞ്ചനയുടെ എനർജി വളരെ സ്ട്രോങ് ആണ്. ആ ഒരു എനർജിയിൽ നിന്നാണ് നിങ്ങൾ വഞ്ചിക്കപ്പെടുന്ന ഒരു അവസ്ഥ. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവണം, ഓക്കെ, ഇതല്ല ആള്, ഇങ്ങനത്തെ ഒരാളെ അല്ല എനിക്ക് വേണ്ടത്, ഈ വ്യക്തി ഞാൻ വിചാരിച്ച പോലെയല്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ ഒരു ഷോക്ക് ഉണ്ടല്ലോ, അതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് പക്ഷേ ആ ഒരു തിരിച്ചറിവ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ റൈറ്റ് പാർട്ട്ണറിലേക്ക് നിങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന, അത്രമേൽ ആഗ്രഹിക്കുന്ന ഒരു ബന്ധമുണ്ട്, ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റമുണ്ട്. അത് ആ റിലേഷൻഷിപ്പിൽ സംഭവിക്കില്ല. കാരണം അതല്ല നിങ്ങൾക്കുള്ള വ്യക്തി. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് യൂണിവേഴ്സ്, അങ്ങനത്തെ അല്ലാത്ത ബന്ധങ്ങളിലാണ് യൂണിവേഴ്സ് ആ സത്യം തിരിച്ചറിയിച്ച് നിങ്ങൾക്ക് അതിൽ നിന്ന് വിടുതൽ നേടാനുള്ള അവസരം തരുന്നത്. ഇപ്പൊ മാരീഡ് ലൈഫിലും അങ്ങനത്തെ ഒരു സമാനമായ ഒരു എനർജി നമുക്ക് കാണുന്നു. കാര്യമായ ഒരു സങ്കടം, ഒരു വിഷമത്തിനൊക്കെ ഇടയാക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത്. ഓക്കെ. ഇവിടെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മാരീഡ് ആയിട്ടുള്ളവര് നിങ്ങളെ വളരെ ഒരു സ്ട്രോങ് ബോണ്ടൊക്കെ നിങ്ങളുടെ ഇടയിൽ കാണുന്നുണ്ടെങ്കിലും, പക്ഷെ ഈ വ്യക്തി നിങ്ങളെ ഈ ഒരു വിശ്വാസവഞ്ചന അവരിൽ നിന്ന് അനുഭവിക്കുന്നത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അത് നിങ്ങൾ ഒരുപാട് നിങ്ങളെ വേദനിപ്പിക്കുന്നതായിട്ട് കാണുന്നു. പക്ഷേ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ എടുക്കുന്ന എഫേർട്ട്, നിങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അർഹതയില്ല. ഓക്കെ. അവർ അതിന്റെ പകുതി പോലും നിങ്ങൾക്ക് ആക്ച്വലി തിരിച്ചു നൽകുന്നില്ല. അതുകൊണ്ടാണല്ലോ അവർ നിങ്ങളെ വഞ്ചിക്കുന്നത്. അപ്പോ അത് ആ ഒരു സത്യത്തിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഞാൻ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും എന്നെ തിരിച്ച് സ്നേഹിച്ചില്ലല്ലോ, എന്നെ വഞ്ചിച്ചല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ടും അത് തിരിച്ചറിയാൻ പറ്റാത്തത് അവരുടെ നഷ്ടമാണ്. ഓക്കെ. ഞാൻ ഇതിനും നല്ലൊരു പങ്കാളിയാണ് അർഹിക്കുന്നത് എന്നുള്ള സത്യത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. നിങ്ങൾ ആദ്യം പറഞ്ഞ കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യാൻ സാധ്യത കൂടുതൽ. ആ ഒരു വിക്ടിം മെന്റാലിറ്റിയിലായിരിക്കാനാണ് നിങ്ങൾക്ക് ഒരു ടെൻഡൻസി ഉണ്ടാവുക. അത് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള റിയാക്ഷൻ ആണ്. അവിടെയാണ് യൂണിവേഴ്സ് പറയുന്നത് അത് പാടില്ല. കാരണം നിങ്ങൾക്ക് ഈ ജന്മം പറഞ്ഞിട്ടുള്ളത് ഡിവൈൻ കൗണ്ടർ പാർട്ടിനെയാണ്, ഡിവൈൻ യൂണിയൻ ആണ് നിങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതെല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഓക്കെ. അപ്പൊ നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുക, മുന്നോട്ട് പോകുക. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അത്രയും 100% ചെയ്തിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നിങ്ങൾ ചതിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ്, നിങ്ങളുടെ കുറവുണ്ടായിട്ടല്ല. മനസ്സിലായോ? ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചതിക്കുന്നത് അത് അവരുടെയാണ് പ്രശ്നം, അവരാണ് അവിടെ പ്രശ്നം. ഓക്കെ. അപ്പൊ അവിടെ നിങ്ങൾ എന്ത് ചെയ്യാണ്? അവിടെ നിങ്ങൾ അതിന് വീണ്ടും എക്സ്ക്യൂസസ് കണ്ടെത്താനും അല്ലെങ്കിൽ ആ വ്യക്തിയെ വിട്ടുകൊടുക്കാതിരിക്കാനും ശ്രമിക്കരുത്. അത് വിട്ടുപോകട്ടെ, നിങ്ങൾക്ക് നല്ലതല്ലല്ലോ. പിന്നെ ഇനി എനിക്ക് കിട്ടുന്ന വേറൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലാണ്, മാരീഡ് ആണ്, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുകയാണ് ഈ ഒരു ടൈപ്പ് ഓഫ് റിലേഷൻ അല്ല എനിക്ക് വേണ്ടത്, ഈ ടൈപ്പ് ഓഫ് പാർട്ട്ണറിനെ അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഈ ലൈഫിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്ന ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ അനുഭവിക്കുന്ന കളക്റ്റീവിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കത് വളരെ ഷോക്കിംഗ് ആയിരിക്കും.
പക്ഷെ സെപ്പറേറ്റ് ആകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, നിങ്ങളുടെ സന്തോഷമെങ്കിൽ നിങ്ങൾ അതിനായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ആ ഒരു ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കുക, അതിന്റെ ചോദ്യങ്ങൾ നേരിടേണ്ടി വരും ഒരുപാട്, അല്ലെ? അത് അത്രയും ഒരുപാട് ധൈര്യം വേണ്ടതാണ്. പക്ഷെ നിങ്ങൾ അത് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ആ ഒരു എന്താ പറയാ, സത്യം അംഗീകരിച്ച് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് സെപ്പറേറ്റ് ആയി മുന്നോട്ട് പോകുന്നതിന് ഭയപ്പെട്ട്, അത് കഴിഞ്ഞിട്ടുള്ള ഭാവി കാര്യങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ച് ഭയപ്പെട്ടിട്ട് ഈ റിലേഷൻഷിപ്പിൽ തന്നെ തുടർന്ന് പോവാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൂടുതൽ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കാനും നാളെ വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ ഡീവിയേറ്റ് ചെയ്ത് പോകാനും അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്താനും സാധ്യത കാണുന്നു. നിങ്ങൾ തന്നെയാണ് അതിൽ അവസാനം വിഷമിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ചിലപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം, മാരീഡ് ആയിട്ടുണ്ടാവാം, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് ഇതല്ല, നിങ്ങൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഈ റിലേഷൻഷിപ്പിൽ. നിങ്ങൾ ഇങ്ങനെ ഒരു അഭിനയിക്കുക എന്ന് പറയില്ലേ, സംതൃപ്തിയിൽ നിങ്ങൾക്ക് ഒരു തരത്തിൽ ഹാപ്പി അല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന പാർട്ട്ണറെ അല്ല, പക്ഷെ നിങ്ങൾ ഇങ്ങനെ അഭിനയിക്കുകയാണ്, ഇതാണ് ഞാൻ വളരെ ഹാപ്പിയാണ്. അത് നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ നിങ്ങൾ ആ സത്യം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നിങ്ങളോട് സ്റ്റെപ്സ് എടുക്കാൻ പറയുന്നു. ആ ഒരു എനർജി കാണുന്നുണ്ട്. അത് എല്ലാവർക്കും ബാധകമല്ല, അത് ബാധകമായവർ മാത്രം സ്വീകരിക്കുക കേട്ടോ. ഇത് കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് ആലോചിക്കാം. പിന്നെ എപ്പോഴും പറയാനുള്ളൊരു കാര്യം, അത് എന്താ പറയാ, ആ സത്യത്തിനെ തിരിച്ചറിഞ്ഞാലും അത് എന്താ പറയാ, അതിനെ സ്വീകരിച്ച് അതിന് വേണ്ടുന്ന ആക്ഷൻസ് എടുക്കാനുള്ള ഭയം കൊണ്ട് ഈ നിങ്ങൾക്ക് സംതൃപ്തി ഇല്ലാത്ത റിലേഷൻഷിപ്പിൽ ആയിക്കൊണ്ട് മുന്നോട്ട് പോയി പിന്നെ ഒരു തേർഡ് പാർട്ടി കണക്ഷനിലേക്ക് പോകുമ്പോൾ അവിടെ തെറ്റ് മൊത്തം നിങ്ങളുടെ തന്നെയാണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾ ആ സംതൃപ്തി ഇല്ലാത്ത റിലേഷൻഷിപ്പിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ആ സംതൃപ്തി ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് കണ്ടെത്തുന്ന ഇടത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിയുന്നത്. പക്ഷെ അവിടെ നിങ്ങൾ ചതിക്കുകയാണ് ചെയ്യുന്നത്. അതിനൊരു ന്യായവും ഇല്ല എന്നും കൂടെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾ അത് ഓൾറെഡി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴെങ്കിലും നിങ്ങളുടെ പാർട്ട്ണറോട് കാര്യങ്ങൾ തുറന്ന് പറയാ, സെപ്പറേറ്റ് ആവുക. ഓക്കെ, അല്ലെങ്കിൽ അത് ഗുരുതരമായ പ്രശ്നത്തിലേക്കാണ് പിന്നെയും കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് അങ്ങനെ പറയുന്നത്. അപ്പോ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഇനി നിങ്ങൾക്ക് നിർദ്ദേശങ്ങളാണ് നമ്മൾ നോക്കുന്നത്. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഗ്രൂപ്പ് 3ക്ക് ഈ ഒക്ടോബർ 2025 ബന്ധപ്പെട്ട് യൂണിവേഴ്സിന് നൽകാനുള്ളത്? കാര്യമായ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു മാസമാണ്. അപ്പോൾ സറണ്ടർ ചെയ്യുക, മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതായിരിക്കില്ല. അപ്പോൾ അത് സംഭവിക്കാനായിട്ട് അനുവദിക്കുക, യൂണിവേഴ്സിനെ വിശ്വസിക്കുക, മുന്നോട്ട് പോകുക. എന്തൊരു കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും നിരാശയുടെ ആവശ്യമില്ല. അതിന് പകരം നല്ലത് ആണ് നിങ്ങൾ അതിനേക്കാൾ നല്ലത് അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചതാണ് അർഹിക്കുന്നത് എന്ന ബോധ്യമാണ് നിങ്ങൾ വളർത്തിയെടുക്കേണ്ടത്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. അതിലൂടെ നിങ്ങളുടെ ഫാമിലിയിലേക്കും ആ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന്റെ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. ആ അവസരങ്ങൾ വരുമ്പോൾ കൃത്യമായി ഉപയോഗിക്കുക. ഓക്കെ, പിന്നെ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഏത് മേഖലയിലാണെങ്കിലും ആ തുടക്കങ്ങളെല്ലാം നിങ്ങളുടെ നല്ലതിനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ സ്വീകരിക്കുക, മുന്നോട്ട് പോവുക. ഒരുപാട് നിങ്ങൾക്ക് ടെൻഷനും സ്ട്രെസ്സും ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ അവസാനിച്ച് അതൊക്കെ കൂടുതൽ സമാധാനവും സ്വസ്ഥതയും നിറഞ്ഞ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാനായിട്ട്, അങ്ങനത്തെ ഒരു ജീവിതത്തിലായിരിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഒക്ടോബർ മാസത്തിൽ കിട്ടും. ആ അവസരങ്ങളെ കൃത്യമായും ഉപയോഗിക്കാൻ പറയുന്നു. വളരെ ആത്മവിശ്വാസത്തോടെ അപ്പോൾ ഉപേക്ഷിക്കേണ്ടതിനൊക്കെ ഉപേക്ഷിച്ച് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് അതിൽ നിരാശപ്പെടേണ്ടി വരില്ല എന്നും കൂടെ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് ജീവിതത്തിൽ വരുത്തേണ്ടതായിട്ടുള്ള ജീവിത ശൈലിയിൽ വരുത്തേണ്ടതായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനും നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, പഴയ പടി തന്നെ ജീവിച്ച് പൈസ ഉണ്ടാകുന്നുണ്ട് പക്ഷെ അപ്പോഴും പഴയ പടി ജീവിച്ച് ഇരിക്കുന്നത് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പിശുങ്ങി ജീവിക്കുന്നത് നല്ലതല്ല. അപ്പൊ ആ വരുന്ന പണത്തിനെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാത്തതിന് തുല്യമാണ്. ഓക്കെ, അപ്പൊ നിങ്ങളിൽ വന്ന പണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടാതെ നിങ്ങൾക്ക് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. പിന്നെ ആത്മവിശ്വാസത്തോടായിരിക്കാൻ പറയുന്നത്. പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുന്നു, അവസാനങ്ങൾ ഉണ്ടാകുന്നു, ഇതെല്ലാം നിങ്ങളുടെ നല്ലതിനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മവിശ്വാസത്തോടെ ഈ വരുന്ന പുതിയ തുടക്കങ്ങളെ സ്വീകരിക്കുക. അവസാനിച്ചു പോകുന്നതിനെ അവസാനിച്ചു പോകാൻ അനുവദിക്കുക. പുതിയ സൗഹൃദങ്ങള്, സ്നേഹബന്ധങ്ങള്, നിങ്ങളുടെ നല്ലതിനായിട്ടുള്ള
വളരെ ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന ഒരു മാസമാണ്, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് നിങ്ങളുടെ ലവ് ലൈഫുമായി ബന്ധപ്പെട്ട്. ഓക്കെ, നിങ്ങൾ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്ന ഒരു മാസമാണെന്ന് കാണുന്നു. നിങ്ങളോട് അതിന് തയ്യാറാകാൻ പറയുന്നുണ്ട്. കാരണം ഇത് സംഭവിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് നിങ്ങൾ സിംഗിൾ ആണെങ്കിലാണ് നിങ്ങളോട് പറയണേ. ഓക്കെ, ആ ഡിവൈൻ യൂണിയൻ, ആ ഡിവൈൻ കൗണ്ടർ പാർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ മീറ്റ് ചെയ്യേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. അപ്പൊ അത് നടക്കട്ടെ. ഓക്കെ, നിങ്ങൾ കംപ്ലീറ്റ്ലി അതിന് റെഡി ആണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പൊതുവെ ഒക്ടോബർ മാസത്തിൽ ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങൾക്കും, ഓരോ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഓരോ പുതിയ അധ്യായങ്ങൾ തുടങ്ങുന്നത്, ഓരോ അവസാനങ്ങൾ ഉണ്ടാകുന്നത്, ഒരു പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്നത്, ഇതിനെല്ലാം നിങ്ങൾ തയ്യാറാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്രയും ആത്മവിശ്വാസത്തോടെ, ആത്മധൈര്യത്തോടെ നിങ്ങൾക്ക് അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്നൊരു ബോധ്യത്തോടെ മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. പിന്നെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാവും. ആഘോഷിക്കേണ്ടതായിട്ടുള്ള പുതിയ തുടക്കങ്ങളെ ആഘോഷിക്കാനും നിങ്ങൾക്കൊരു മടിയും പാടില്ല എന്നും കൂടെ പറയുന്നു. ഇനി നിങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് ഗ്രൂപ്പ് 3ക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ്? ഓക്കെ, ഞാൻ ഈ ക്ലൂസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഓക്കെ, അപ്പോൾ ഒക്ടോബർ മാസത്തിലെ തിങ്കളാഴ്ചകളും ശനിയാഴ്ചകളും നിങ്ങൾക്ക് വളരെ നല്ലതായിട്ട് കാണുന്നു. ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആഴ്ചകളാണ് നിങ്ങൾക്ക് ഈ ഒക്ടോബർ മാസത്തിലെ തിങ്കളാഴ്ചകളും ശനിയാഴ്ചകളും പൊതുവെ. ഓക്കെ, പ്രധാനപ്പെട്ട തീയതികൾ 13, 14, 15, 17, 26, 30. പിന്നെ നിങ്ങൾ ജനിച്ചിട്ടുള്ളത് ഒന്നില്ലെങ്കിൽ സ്പ്രിംഗ് സീസൺ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മാസങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ ഓട്ടം ഫോൾ സീസണുമായിട്ടും അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മാസങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ ജനുവരി മാസത്തിലായിരിക്കാം. അതായത് മാർച്ച്, ഏപ്രിൽ, മെയ്, പ്രത്യേകിച്ച് മാർച്ച്, ഏപ്രിൽ, പിന്നെ സെപ്റ്റംബർ, ഒക്ടോബർ, ജനുവരി, ഈ പറയുന്ന ഏതെങ്കിലും മാസങ്ങളിലായിരിക്കാം നിങ്ങൾ ജനിക്കാൻ സാധ്യത. ഓക്കെ, നിങ്ങളുടെ ജനനമാസം ഇതിലാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ജെമിനായി ക്യാൻസർ പ്ലേസ്മെന്റ് നിങ്ങളുടെ സൺ മൂൺ റൈസിംഗിൽ ഉണ്ടായിരിക്കാം. ആൽഫബറ്റ്സ് കിട്ടിയിട്ടുള്ളത് BNLU ആണ്. ഇതിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ, അല്ലെങ്കിൽ ഈ ലെറ്റേഴ്സ് നിങ്ങളുടെ ഫസ്റ്റ് നെയിമിൽ ഉണ്ടാകാനും സാധ്യത കാണുന്നു. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 3. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോന് അർഹിക്കുന്ന ഹൈപ്പ് നൽകാനും മറക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗോട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് വളരെ സുന്ദരമായ ഒരു ഒക്ടോബർ 2025 ആശംസിക്കുകയാണ്. താങ്ക് യു.